ഞാൻ പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുക. ദുൽഖർ ആരെ കൊല്ലാനാ വന്നേ എന്നെ? അപ്പൊ ഒരു 10 എനിക്ക് എടുക്കാൻ മേലെ. ഇത്ര വിശദീകരിച്ചന്ന് എനിക്ക് പറയാൻ നോക്കൂ. 28 വർഷം തള്ളിയിട്ടാണ് ഞാനിവിടെ വന്നത്. പോളിഷ് ചെയ്ത് സംസാരിക്കേണ്ടത് ഒരു നടന്റെ ആവശ്യകതയാണോ, അല്ല ഇങ്ങനെ തന്നെ ഒരു പ്രമോദ് വെളിനാട്? എനിക്കിങ്ങനെ മതി. ഞാൻ ആക്ഷനിലും കട്ടിലും കട്ടം പൊങ്ങുമ്പോഴും അഭിനയിക്കുന്ന ആളാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എല്ലാം പ്രമോദ് സൂപ്പറാന്ന് വെക്കണമെന്നില്ലെന്ന്. നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ വെക്കുന്നിടത്തല്ലേ ഈ വെടികൊള്ളുന്നത്. അതേ പ്രശ്നം. ഇഷ്ടമുള്ളവരെക്കാട്ടി കൂടുതൽ ഇഷ്ടമില്ലാത്തവർ കാണും അവിടെ. അപ്പം അത്രയും ആളുകളുടെ മുന്നിൽ ഞാൻ അങ്ങോട്ട് കയറിയില്ല ഒരു കൂവലും. പിന്നെ ഏത് ദിനമാണെന്ന് ചോദിച്ചാൽ എന്നെക്കാട്ടി വേദന അവനായിരിക്കും. നീ അടുത്ത മണിക്കേട്ടനാകാൻ നോക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളിയുടെ ദാരിദ്ര്യമല്ലെന്ന് ഞാൻ പറയുന്നത്, എൻ്റെ ദാരിദ്ര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പിന്നെ എന്തോ പറയണം? ഞാൻ വളർന്നു വന്ന വഴികളെ കുറിച്ചല്ലാതെ ഞാൻ അംബാനിയുടെ മോൻ്റെ കഥ പറയണം. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം, ഇവിടെ ഒരു കുഞ്ഞൊരു മുറിയിൽ ഈ അതിൻ്റെ തറ പോലും ഇടാൻ മാർഗ്ഗമില്ലാഞ്ഞിട്ട് അമ്മ ഈ മെടഞ്ഞ ഓലയില്ലേ, ഓല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചാക്ക് വിരിച്ചിട്ട് അതിൽ പായിട്ട് കിടത്തിയവനെ. രാവിലെ എഴുന്നേക്ക് മണ്ണ പായ്ക്കാത്ത മുറി. അവിടെ നിന്ന് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എന്നോട് ആരെങ്കിലും വല്ല ഏതാന്ന് ചോദിച്ചാൽ നാടകത്തിനൊക്കെ പോകുന്ന പ്രമോദിൻ്റെ അമ്മയാന്ന് ഞാൻ ഇപ്പോഴും പറയും. അല്ല സിനിമയിൽ പോകുന്ന പ്രമോദിൻ്റെ, എനിക്ക് അത് വിരോധമായിട്ടല്ല. എപ്പോഴും നാടകം കളിക്കാന്ന് പറഞ്ഞ യുദ്ധകളത്തിൽ നിൽക്കുന്ന പോലെ നമ്മുടെ ഫ്രണ്ടിൽ കർട്ടൻ എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. നമ്മുടെ പട്ടണി മാറ്റിയ നാടകമാണേ. സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി നിൽക്കുന്നുണ്ട്. 5 മിനിറ്റ് ഇടവിട്ട് പുതിയ നടന്മാരുണ്ടായിക്കൊണ്ടിരിക്കുക. ഈ നമ്മൾ ഈ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഡൗൺ ആയി പോകുന്നതിൻ്റെ കാര്യം നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ്. പ്രമോദേട്ടന് കുടുംബമാണ് എന്നോടൊപ്പം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ ഭാര്യയുടെ പേര്, മകൻ്റെ പേര്, അമ്മയുടെ പേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കും. ഭാര്യയുടെ പേര് പ്രജിത, മകൻ്റെ പേര് പ്രവി കാർത്തിക്. ഇത് എൻ്റെ അമ്മ വിജയമ്മ. ഇത് അനിയൻ്റെ മോനാണ് ദേവദ്രസ്. ഹായ്. ഹായ് കൊടുക്ക്. ഇന്റർവ്യൂവിന്റെ സമയത്ത് പുള്ളി ഓടി ഇങ്ങനെ ഇത്ര നേരം ഫ്രെയിമിലില്ലായിരുന്നു, അപ്പം ഫ്രെയിമിൽ ഇരുത്തിയതാണ് നമ്മള്. നമ്മള് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരൊക്കെ അല്ലേ. സത്യം, ഇനി വരുന്നവരല്ലേ. ചേട്ടാ, സിനിമയിൽ ഇപ്പം ചേട്ടൻ വന്നിട്ട് എത്ര വർഷമായി ശരിക്കും? ആദ്യത്തെ സിനിമ പാച്ചും ഗോവാലോ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അത് ഫ്രാൻസിസ് ശിവാവലിക്കര എഴുതി താഗസാർ സംവിധാനം ചെയ്ത് സുരാജ് ചേട്ടനും മുകേഷ് ചേട്ടനും അഭിനയിച്ചൊരു പടം. അതൊരു ചെറിയ കുഞ്ഞു വേഷമാണ്. അതാണ് ശരിക്കും എൻ്റെ ആദ്യ സിനിമ. അവിടെ പിന്നെ ചെറിയ കുഞ്ഞു വേഷങ്ങൾ ചെയ്ത് കുറേ സിനിമകൾ ചെയ്തു. അതത്ര ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും ഞാൻ നാടകം കളിക്കുമ്പോഴാണെങ്കിലും ഈ പെട്ടെന്ന് ഒരാൾ വന്ന് ആ ഒരു വേഷം, എനിക്കൊരു വേഷം തരാം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ നല്ലതാണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. നമ്മളെ അല്ലാതെ ഒരു ചെന്ന് എനിക്ക് വേഷം തരാമോ അല്ലെ അങ്ങനെ അങ്ങോട്ട് ചോദിക്കാനുള്ള എന്തൊക്കെയോ ഒരു അന്നത്തെ ഒരു അപകർഷതാബോധം കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് അങ്ങനെ ഒരു വേഷം തരാമോ എന്നൊക്കെ ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഞാൻ നാടകം കളിച്ച് കഴിയുമ്പോൾ നാടകം കണ്ടിട്ട് ഗ്രീൻ റൂമിൽ വന്ന് കൊള്ളാം, നന്നായിരിക്കുന്നത്, എന്തെനിക്കൊരു വേഷം തരാം എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. ശരിക്കും അങ്ങനെ സംഭവിച്ചത് ഞാൻ എൻ്റെ സിനിമയിലെ ഗുരുനാഥൻ ഞാൻ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് അർഹനായ ഒരാളാണ് നമ്മുടെ ജോസ് തോമസ് സാർ. എന്നെ സ്വർണ്ണക്കടുവ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കോട്ടയത്ത് ദർശനയുടെ ഒരു നാടകോത്സവം മത്സരം കളിക്കുമ്പോൾ ആ നാടകം കഴിഞ്ഞപ്പോൾ ഗ്രീൻ റൂമിൽ വന്ന് എന്നോട് പറഞ്ഞ പുതിയ പടത്തിലൊരു വേഷമുണ്ട്, വന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് വിളിച്ച് അങ്ങനെ ഒരാൾ വിളിച്ച് കൊണ്ടുപോകുന്നത് ജോസ് തോമസ് സാറാണ്. അതാണ് സ്വർണ്ണക്കടുവ എന്ന് പറഞ്ഞത്. അതിലൊരു ചെറിയ വേഷം. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് അതും ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് അതിന് സാറിന് തന്നെ ഒരു സിനിമ ഗംഭീര ത്രൂഔട്ട് ക്യാരക്ടർ ചെയ്തായിരുന്നു. ഇഷ എന്ന പടത്തിൻ്റെ ഒരു പടം അത്ര കണ്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല, കൊറോണയുടെ ഒക്കെ ടൈമിലാണ്. അതിനുശേഷം കള എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. ആ ക്യാരക്ടറാണ് ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. സിനിമാക്കാരൻ അല്ലെങ്കിൽ സിനിമാ നടൻ എന്നൊക്കെ പറയാൻ ഇതിലേക്ക് എത്തുന്നത്. അതുവരെ നല്ല ഇപ്പോഴും നാടകക്കാരൻ തന്നെയാണ്. എന്നാലും അവിടുത്തെ ഒരു അടുത്ത നമുക്ക് ഈ പ്രൊമോഷൻ കിട്ടുന്ന പോലെ സിനിമയിലേക്ക് നമ്മുടെ എല്ലാ നാടകക്കാരുടെയും അല്ലെങ്കിൽ എല്ലാ കലാകാരന്മാരുടെയും ആത്യന്തികമായ ലക്ഷ്യം സിനിമയിൽ ഒരു വേഷം ചെയ്യുക. സിനിമയാണ് ഏറ്റവും വലിയ കലയെന്നും ഒക്കെ. പക്ഷേ അതല്ല, അതിനൊക്കെ അപ്പുറത്ത് വലിയ കലകളുണ്ട്. എന്നാലും നമ്മുടെ കുറച്ചുകൂടെ പോപ്പുലാരിറ്റി മറ്റെല്ലാ കാര്യങ്ങൾക്കും സിനിമ ഫ്രെയിം കിട്ടുക, അത് വലിയ ആഗ്രഹമാണ്. നാടകം കളിച്ച് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ അമ്പലപ്പറമ്പിലോ പള്ളിപ്പറമ്പിലോ ഉള്ളവർക്ക് നമ്മളെ മനസ്സിലാകും. അതിനുശേഷമുള്ളവർക്ക് ആർക്കും പിന്നെ മറന്നു പോകും നമ്മൾ. പക്ഷെ സിനിമ അതല്ല, ഓരോ സിനിമയും ഓരോ ചരിത്രമാണ്. ചേട്ടാ, എത്ര വർഷമായി ചേട്ടാ നാടകം തന്നെ കളിക്കുന്നത്? സിനിമയിൽ നാടകം 26-27 വർഷമൊക്കെ, 26 വർഷം ശരിക്കും പറഞ്ഞാൽ 26 ഉള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് നാടകം കളിക്കാൻ പറ്റിയിട്ടില്ല. കൊറോണയ്ക്ക് ശേഷം നാടകം കളിച്ചിട്ടില്ല. അതായത് ആ കാലഘട്ടത്തിലൊക്കെ ഈ നാടകം കളിക്കുക എന്നൊക്കെ പറയുന്നത് വരുമാനം ഉണ്ടാകുന്ന ഒരു സംഭവമല്ലല്ലോ. ഞാൻ 100 രൂപയിലാണ് തുടക്കം. ആദ്യത്തെ ശമ്പളം ഫസ്റ്റ് നാടകത്തിൽ ഒരമ്മ പറ്റ മക്കൾ എന്ന് പറയുന്നൊരു നാടകത്തിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. കൊച്ചു നയന എന്ന് പറഞ്ഞ ഒരു നാടക ട്രൂപ്പിലാണ്. അതിൽ ആദ്യ നാടകത്തിന്റെ പ്രതിഫലം 100 രൂപയാണ് ശമ്പളം. ഏത് ട്രൂപ്പിന്? കൊച്ചിൻ നയന. നാടക നടനിലേക്ക് ഇങ്ങനെ എത്തപ്പെടുന്നത് ഞാൻ എഴുത്തും ചെറിയ കുത്തിക്കുറിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ അറിവില് ഞാൻ വെറും പ്രീ ഡിഗ്രി പാസ്സാകാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ആ അറിവിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ടൊക്കെ എഴുതുന്ന ചെറിയ അമേച്ചർ നാടകങ്ങൾ, സ്കൂൾ നാടകങ്ങൾ, കോളേജ് നാടകങ്ങളൊക്കെ എഴുതി, കേരളോത്സവ നാടകങ്ങളൊക്കെ എഴുതി. അപ്പോൾ നമുക്ക് എന്നിലുള്ള കലയെ മറ്റുള്ളവനെ കാണിക്കാൻ വേണ്ടി ഞാൻ തന്നെ എഴുതി നല്ല ഹീറോ വേഷങ്ങളും എനിക്ക് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വേഷങ്ങളൊക്കെ എഴുതി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അങ്ങനെ അത് എന്തെങ്കിലും ഒരു നാടകം, വലിയൊരു നാടകം എഴുതി. ആതിരക്കുട്ടിക്ക് ഒരു ആലിലെ താലി എന്ന് പറഞ്ഞൊരു വലിയ നാടകം എഴുതി. ആ നാടകം ആലപ്പുഴയിൽ ഒരാളെ കാണിക്കാൻ വേണ്ടി ആലപ്പുഴ തിയേറ്റേഴ്സിലേക്ക് പോകുന്ന വഴിക്ക് ശ്രീ അഭയൻ കലവൂരിൻ്റെ ഗുരുനാഥൻ, നാടകത്തിലെ ഗുരുനാഥൻ അഭയൻ കലവൂരിനെ കാണുകയും അദ്ദേഹം അവിടുന്ന് കൊച്ചിൻ നായനയിലേക്ക് എന്നെ വിളിക്കുന്നത്. നാടകം കളിക്കാൻ വീട്ടുകാരെ സമ്മതിച്ചോ എന്നറിയാതെ? വേറെ ഒന്നും എന്നെ കൊള്ളത്തില്ലെന്ന് അവർക്ക് തോന്നി, അതുകൊണ്ടാണ്. അതായിരിക്കും എൻ്റെ സത്യം. അതിന് ശരിക്കും എൻ്റെ അച്ഛച്ചി അമ്മയൊക്കെ കലയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരൊക്കെ. അപ്പം ഞാനിങ്ങനെ എൻ്റെ 5-6 പേര് കൂടുന്ന സ്ഥലങ്ങളിലോ അല്ലെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഞാൻ എന്നെ ശ്രദ്ധിക്കൂ എന്ന് ഞാൻ പറയാതെ പറയുന്ന ഒരാളായിരുന്നു. എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് വൈസോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ നിപ്പിലോ എൻ്റെ നടപ്പിലോ ഡാൻസിലോ പാട്ടിലോ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്നും അറിയില്ലല്ലോ, നമുക്ക് ഈ ബോധമില്ലാത്തതിന് എന്തും ആകാമല്ലോ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അല്ല, പണ്ട് വിനായകൻ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മാന്ത്രികം ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞല്ലോ, മാന്ത്രികൻ സിനിമയിൽ പുറകിൽ നിന്ന് കളിച്ചിട്ട് വന്നിട്ട് പിന്നീട് ഒരു അഡ്രസ്സ് കിട്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പൊ ഇന്ന് ഈ നിലയിൽ. അതെ അതെ അതെ, അങ്ങനെ ഒത്തിരി ഒരുപാട് അവര് നിരന്തരം ട്രൈ ചെയ്തോണ്ട്. ഞാൻ ഇപ്പോഴും ട്രൈ ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും നമുക്ക് നല്ല വേഷങ്ങൾക്ക് വേണ്ടി, കാരണം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായി നിൽക്കുന്നുണ്ട്. 5 മിനിറ്റ് ഇടവിട്ട് പുതിയ നടന്മാരുണ്ടായിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? 4 കോടി ജനങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അതിനിടയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 1.5-2.5 കോടി ജനങ്ങൾ നടീനടന്മാരാണ്. നാട്ടിൽ എടുത്തു നോക്കിയാൽ വ്യത്യസ്തമായ ചേട്ടൻ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് നാടകമായിരുന്നു നിങ്ങൾക്ക് സിനിമയിലേക്ക് വഴി. ഇന്നത്തെ കാലത്ത് ഒരു നല്ല മൊബൈൽ ഉണ്ടെങ്കിൽ സിനിമയിലെത്താം. അതാണ് എൻ്റെ ഒരു കാഴ്ച. അത് നമ്മൾ പണിയെടുക്കുന്ന ആളാണ്. ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ചെയ്ത് കൊടുത്താൽ നമ്മളെ തിരക്കി ഇവിടെ വരും. പക്ഷേ പണ്ട് അതല്ലായിരുന്നു. പണ്ട് സ്റ്റേജിൽ നിന്ന് ഒന്നിലെ മിമിക്രിയൊക്കെ പിന്നെ ഞാൻ നാടകത്തിലെത്തി സജീവമായതിന് ശേഷമൊക്കെയാണ് മിമിക്രി സജീവമായത്. മിമിക്രി ഒരു ഉപജീവനമൊക്കെ മാറിയത്. ഒന്നും അത്ര വലിയ ഇതില്ല. കലാഭവനെ അല്ലെ 1-2 അങ്ങനെ കുറേ സമിതികളൊക്കെ ഉള്ളൂ, വലിയ സമിതികൾ. ഇത്ര മിമിക്രി ആർട്ടിസ്റ്റുകളില്ല. നാടകം കഴിഞ്ഞാൽ അടുത്തത് സിനിമ എന്നാണ്. അങ്ങനെയാണ് ഒരു പാരമ്പര്യം ഉണ്ടായത്. പിന്നെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സാധാരണപ്പെട്ട കർഷക തൊഴിലാളികളും അതുപോലുള്ള കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ എൻ്റെ ഈ വാർഡിൽ വിരലിലെണ്ണാവുന്ന സർക്കാർ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ 11ാം വാർഡിലാണ് താമസിക്കുന്നത്. നമ്മളെടുത്ത് നോക്കിയാൽ വിരലിലെണ്ണാവുന്നവർ പോലും ഇല്ല. അപ്പം ബാക്കിയുള്ള എല്ലാവരും കൃഷിയും മറ്റു കാര്യങ്ങളും മേസ്തിരിപ്പണി ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റേ മേക്കാട് പണി, പ്ലംബിങ്, വയറിങ്, അങ്ങനെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു വാർഡായത്. അപ്പോൾ അതിൻ്റെ വർഷങ്ങളായി പിന്തുടർന്ന് പോകുന്ന ഒരു കാര്യം, എൻ്റെ അച്ഛൻ മേസ്ത്രി ആയിരുന്നുകൊണ്ട് ഞാനും മേസ്ത്രി, വേറത്തെ അച്ഛൻ കട്ടകുത്തായിരുന്നു, അവൻ്റെ അടുത്ത കട്ടകുത്ത്, വിറക് കീറുന്ന പുള്ളിയാണ് വിറക് കീറുക, അങ്ങനെ പോയിരുന്ന ഒരു കാലത്തിലൂടെ നമ്മളുടെ അവിടുന്ന് മാറി. പക്ഷേ എൻ്റെ മനസ്സിൽ അത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മേസ്ത്രി പണിക്കാരനായിരുന്നു. അപ്പം പണി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം പെർഫോമർ ആകുക എന്നുള്ളത്, നടനാകുക എന്നുള്ള ചിന്തയാണ്. അപ്പം ആ ചിന്തയോടൊപ്പം എൻ്റെ ഇവർക്ക് അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അത് ഇതായിരിക്കും അവൻ്റെ ഇത്. അങ്ങനെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കുകയൊക്കെ കൊള്ളാം, നന്നായിരിക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിലേക്ക് അവിടുന്ന് ഈ പിന്തുടർന്ന് പോകുന്ന എന്താ പറയുന്നത്, ഇവിടുത്തെ ഒരു നിയമമുണ്ടല്ലോ, അലിഖിതമായ ഒരു നിയമം കിടക്കുക. ആ നിയമത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഞാനാണ് കലയിലേക്ക് അങ്ങ് തിരിഞ്ഞ് കല ഉപജീവനമാക്കി. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളത്, കല ഭയങ്കര ദൈവികമായി കിട്ടുന്ന അതിനെ നമ്മൾ എത്ര ഭയഭക്തി ബഹുമാനത്തോടെ അതിനെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും 2 കൈയും കൊണ്ടുള്ള അനുഗ്രഹം നമുക്ക് കിട്ടും. അല്ലാതെ വേറെ എനിക്കൊരു പിന്തുണയില്ലായിരുന്നു. പിന്തുണ ഈ മാതാപിതാക്കളുടെ അല്ലാതെ പിന്തുണ നിർദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായി പറഞ്ഞു തരാൻ ഒരു കാര്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു വക അറിയില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്താൽ വന്നത്. അപ്പം അതിനകത്തുള്ള ഒറ്റ ആത്മവിശ്വാസം മാത്രമല്ല, എത്തപ്പെടണം എന്നുള്ള വിശ്വാസം മാത്രം. എനിക്കിവിടെ എത്തണമെന്ന് മുന്നേ കണ്ടിരുന്നു. അമ്മ ചേട്ടൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ടോ? നാടകം കണ്ടിട്ടുണ്ട് അമ്മ. ഓക്കെ, സിനിമ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് പടം ആണോ? ഇത് രണ്ടും തമ്മിൽ അമ്മ നാടകം കണ്ടതിന് ശേഷം സിനിമ കാണുമ്പോൾ ഇപ്പം ചേട്ടൻ പറഞ്ഞ ഒരു സിനിമാ നടനാവണമെന്ന് ചേട്ടൻ്റെ മനസ്സിലേ ഉള്ളത്. നമ്മളല്ല, സിനിമാ നടനാകണമെന്നൊക്കെ പിന്നെ തോന്നിയതാണ് ശരിക്കും. അതിനിടയിൽ പറയാം, സിനിമ എത്തപ്പെടുന്ന ഒരുപാട് അകലെയായിരുന്നു സിനിമ എനിക്ക്. പക്ഷേ എനിക്ക് നാടകമാണ്. നാടകത്തിലെത്തിയാൽ ഞാൻ ഓക്കെയാണ്. പിന്നെ സിനിമയിൽ അഭിനയിക്കണം എന്ന് തോന്നാനുള്ള കാരണം ഈ പ്രേക്ഷകർ തന്നെ. നാടകം കഴിയുമ്പോൾ ഗ്രീൻ റൂം വന്നിട്ട് ചേട്ടൻ സിനിമാക്കാർ കാണുന്നില്ലേ. അപ്പം ഞാൻ തന്നെ വെറുതെ സിനിമയ്ക്കുള്ളതുണ്ടോ ഞാൻ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അല്ലാതെ എനിക്ക് എന്നിലേക്കൊരു ആഗ്രഹം കുത്തി തന്നതും ഈ പ്രേക്ഷകർ തന്നെ, നാടകത്തിന് പ്രേക്ഷകർ. അമ്മ നാടകം കാണാൻ പോയിട്ട് ഇപ്പം പണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ 10 പേര് കൂടുന്നിടത്ത് കല്യാണ വീടുകളിലൊക്കെ ആയിരിക്കും പണ്ട് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. നാടകം കാണാൻ പോയപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു? അമ്മ ആരുടെ കൂടെ പോയി? അച്ഛൻ്റെ കൂടെ ആയിരുന്നു? അച്ഛനും അമ്മയും കൂടെ എവിടെയാ ആദ്യം കണ്ടേ? മുട്ടാറ് നീരേറ്റുപുറം അവിടെ ആദ്യം നാടകം കാണാനായിട്ട് ഞങ്ങൾ അവിടെയാണ് പോകുന്നത്. അവിടെ പോയി അന്ന് സത്യം പറഞ്ഞാൽ നാടകം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കഥയേക്കാൾ അല്ല, എൻ്റെ മോനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം മീശ ഉണ്ടായിരുന്നു, മീശയും പഠിച്ച് തലയും വല്ലാതെയോ എന്തോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അന്ന് ആ വേഷം കണ്ടിട്ട്. എനിക്ക് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ തിരിച്ചു ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ 2 പേരും മിണ്ടുന്നില്ല.
കുഞ്ഞിൻ്റെ സ്വന്തം ഇവിടെ ഒന്നിച്ച് കളിച്ച് വളർന്ന ഒരു കൂട്ടുകാരൻ കണ്ടിട്ട് പോലും കുഞ്ഞിന് മനസ്സിലായില്ല അന്ന് ആള് ചെറിയ ആൾ ഇതാ മെലിഞ്ഞ ആള് തന്നെയല്ല, ഒരു രൂപം മാറിയ പോലെ അന്ന് എനിക്ക് തോന്നി. വൃത്തികെട്ട രൂപം. അത് തന്നെ, അത്ര അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഇപ്പൊ കുഞ്ഞു പറഞ്ഞ പോലെ, മോൻ പറഞ്ഞ പോലെ നാടകത്തെ കലാകാരന്മാരെ ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഒരു കഥകളിയുടെ ഇഷ്ടക്കാരാണ്. അത് എവിടെ ദൂരത്ത് കഥകളി ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും കൂടെ പോകും. അതുപോലെ തന്നെ ഇവിടുത്തെ അച്ഛൻ നാടകം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും പണിക്ക് പോയിട്ട് വന്ന് പൈസ മോന് കൊടുത്തു വിടും, അവിടെ പോയി കണ്ടിട്ട് വാന്നും പറഞ്ഞ്. അങ്ങനെ ഒരാളാണ്. കാരണം ഞങ്ങളൊരു നാടകം കണ്ടാൽ, ഞങ്ങളെല്ലാവരും കൂടെ പോയൊരു നാടകം കണ്ടാൽ അതിൻ്റെ ഡയലോഗുകൾ ഞങ്ങളുടെ വീട്ടിൽ നിത്യസംസാരത്തിലുണ്ടാവും. അതിലെ പാട്ട് മോന് ചെറുതായിരുന്നപ്പോഴെന്ന് പറഞ്ഞാൽ അന്ന് 1.5 വയസ്സ് തന്നെ ഉള്ളൂ. അന്ന് ഞങ്ങൾ മുട്ടാറ്റില പള്ളി വെച്ച് കണ്ട നാടകത്തിൻ്റെ പാട്ട് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട്. അത് ഈ മോനും അറിയാം. അങ്ങനെ സ്നേഹിച്ചിരുന്ന. കാരണം ഈ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇവർ അന്നൊക്കെ നമുക്ക് വിനോദം എന്ന് പറയാനായിട്ട് ഇതല്ലേ ഈ ഇങ്ങനെയൊക്കെ ഉള്ളല്ലോ, സിനിമയ്ക്കൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു നാടകം അല്ല ഉത്സവം എന്ന് കാണുമ്പോഴത്തേക്ക് നാടകം കാണാൻ പോവുക, കഥാപ്രസംഗം കാണാൻ പോകുന്നത് അതിൻ്റെ ഇൻ്റർവെൽ സമയത്ത് പാട്ടില്ലേ, വായിക്കുന്ന ഒരു പാട്ട് പാടും. അത് ഭയങ്കര ഇഷ്ടമാണ്, പാടും. അതിഷ്ടമാണ്. എന്നതുപോലെ തന്നെ അവരിങ്ങനെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഈ നാടകക്കാരിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുമായിരുന്നു അത്ഭുതത്തോടെ. കാരണം അവര് പിന്നെ ആ കാലം മാറി, പിന്നെ നാടകക്കാർ ഇവിടെ കയറി ഇറക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. അവരിങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ, അവർ വണ്ടിയെ ചെന്ന് അല്ലെ സ്റ്റേജിൽ എത്തുന്നത് വരെ നോക്കും. അവരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഇന്നത്തെ സിനിമാക്കാരെ നോക്കുന്നത് പോലെ അന്ന് നോക്കിയിരുന്നു. അങ്ങനെ അതിനോടുള്ള സ്നേഹം. അപ്പോൾ അച്ചായന് ചെറിയ ഈ എന്നാ ഇവർ പറയുന്നത് പോലെ ചെറിയ നാടകങ്ങൾ നമ്മുടെ നാടകങ്ങളിലൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ചായന് ഭയങ്കര താല്പര്യമാണ് അഭിനയിക്കണം എന്നുള്ളൊരു. അന്ന് ഇപ്പോൾ മോൻ പറയുന്ന പോലെ നമുക്ക് അവിടെ എത്തപ്പെടാമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തയുണ്ട്, എത്തപ്പെടണമെന്ന് ചിന്തയുണ്ട്. പക്ഷെ അത് സാധിക്കുമോ എന്നുള്ളൊരു വിഷമം, ഒരു അതാണ്. അങ്ങനെ വന്ന് ആണ് മോൻ കഥ എഴുതി. അപ്പോൾ ആ നാടകം കഴിഞ്ഞ് വന്ന കാര്യം പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്ത് ഈ നളിനാക്ഷൻ്റെ വിശേഷം, മോൻ കളിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം എനിക്ക് മുൻപേ പറക്കുന്ന പക്ഷിയാണ്. അത് ഞങ്ങളുടെ ജീവിതമായിരുന്നു, ഞങ്ങളുടെ ജീവിതം തന്നെയായിരുന്നു. അതല്ല, അമ്മ പറഞ്ഞൊരു വാക്കിൽ നിന്നുണ്ടായിരുന്ന നാടകമാണ്. ഫ്രാൻസിസ് സാർ ഇവിടെ വന്നു, ഫ്രാൻസിസ് ടി മാവേലിക്കര ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ വീടൊന്നുമല്ല, ചെറിയ വീടൊക്കെ. അപ്പോൾ സാറ് തിണ്ണാലിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ആകെപ്പാടെ ഒരാളേ ഉള്ളൂ, ഞാൻ അവൻ്റെ കണ്ണിൽ നോക്കിയാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അവൻ്റെ കണ്ണിലിട്ട് നോക്കിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അത് പുള്ളി പിന്നീട് അതൊരു കഥയായി. കാരണം ഒരു മോനെ എൻജിനീയറാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നാടകത്തിനകത്ത് തെങ്ങ് കയറുന്ന ആളായിട്ട് അച്ഛൻ്റെ ക്യാരക്ടർ, അച്ഛൻ ഭജനക്കാരനായിട്ടുള്ള ക്യാരക്ടർ. ഒരു മോനുണ്ട്, എന്നെ എൻജിനീയറിംഗ് പഠിപ്പിച്ചിട്ട് ജോലിയില്ലാതെ നടക്കുമായിരുന്നു. അവിടുത്തെ അങ്ങനെ ഒരു കഥയായിരുന്നു. ഭയങ്കര നമ്മുടെ ജീവിതത്തെ വല്ലാതെ അദ്ദേഹം സാറ് നാടകത്തിന് ഉദ്ഘാടനത്തിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നാടകം ഉണ്ടാകാനുള്ള കാരണം പ്രമോദിന്റെ അമ്മ ഇങ്ങനെ പറഞ്ഞൊരു വാക്കിലാണ്. അവന്റെ ജീവിതമാണ്, അവന്റെ വാക്കിനകത്തുള്ള എല്ലാം അവൻ പറഞ്ഞു തന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. 202 വർഷം കൊണ്ട് 432 നാടകം കളിച്ചത്. എനിക്ക് ഒത്തിരി 26 വർഷം നാടകം കളിച്ചെങ്കിലും എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര ഇതായത് ഇന്നും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാണ് അതിൽ വ്യത്യസ്തമായ വേഷമാണ് നളിനാക്ഷൻ്റെ വിശേഷം. അങ്ങനെ അതുകൊണ്ട് തീർന്നെന്ന് പറയുന്നില്ല. ഇനി നാളെ നമുക്ക് ആ വഴിയാണോ ദൈവം തരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലാതെ അവർ സ്വീകരിക്കും. കാരണം
ഞങ്ങൾക്ക് അത് വലിയ ഞങ്ങളുടെ ചോറാണെന്ന് ഇന്നും കരുതുന്നവരാണ് ഞങ്ങൾ. ഉം. കലയിൽ അത് കലാകാരന്മാരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുന്ന അച്ചായനെ സംബന്ധിച്ചുണ്ടല്ലോ, കുഞ്ഞ് ആദ്യ വർഷം ഒരുപാട് പറയണ്ടല്ലേ, ആദ്യത്തെ അവാർഡ് കിട്ടുന്നത് ചങ്ങനാശ്ശേരി അണിയറയുടെ രാഷ്ട്രപിതാവ് എന്ന നാടകമാണ്. അപ്പോൾ അവരൊന്ന് മത്സരത്തിന് കളിക്കാൻ പോവാം. മത്സരത്തിന് അവർക്കപ്പോൾ ഡാൻസ് സീനിനകത്ത് ഞാറ് വേണം. അല്ല, അച്ചായനത് കുന്നങ്കലിലൊരു സ്ഥലത്ത് നിന്ന് ഈ പണ്ടൊക്കെ കളം വയ്ക്കുമല്ലോ, കളം വയ്ക്കുന്നിടത്തുനിന്ന് ആ കളം വയ്ക്കുമ്പോൾ അവിടെ നെല്ല് ഞാറായി നിൽക്കും. അത് പറിച്ചോണ്ട് എടുത്ത് ഇവർ വണ്ടി ഇതിലേ പോകുമ്പോഴത്തേക്ക് ആ കിടങ്ങറായി കൊണ്ടുവച്ചു 5 മണിക്ക് വന്ന് ജംഗ്ഷനിലിരിക്കുക. ഞങ്ങൾ വരുന്ന 6:45-7 മണിയായി. അങ്ങനെ അതാ ഞങ്ങൾക്ക് അതിനോടുള്ള അതെന്താണെന്നൊന്നും അറിയത്തില്ല, ഞങ്ങൾക്ക് അങ്ങ് ഇഷ്ടമാണ്. ഇപ്പോഴും ഇഷ്ടമാണ്, അന്നും ഇഷ്ടമാണ്. എന്നോട് ആരെങ്കിലും വല്ല ഏതാന്ന് ചോദിച്ചാൽ നാടകത്തിനൊക്കെ പോകുന്ന പ്രമോദിൻ്റെ അമ്മയാന്ന് ഞാൻ ഇപ്പോഴും പറയും. നാടകത്തിനൊക്കെ പോകുന്ന പ്രമോദിൻ്റെ അമ്മ, അല്ല സിനിമയിൽ പോകുന്ന പ്രമോദിൻ്റെ. എനിക്ക് അത് വിരോധമായിട്ടല്ല, ഞങ്ങളെ ദൈവം കൂടുതൽ അടുത്ത് 26 വർഷം അതുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മള് ഇത്തരം സിനിമകൾ ഇങ്ങനെയൊക്കെ കുറച്ച് സിനിമകൾ ചെയ്തെങ്കിലും എനിക്ക് സിനിമാടൻ അല്ലെ ഒരു സമ്മേളനങ്ങളൊക്കെ ചെല്ലുമ്പോൾ ചലച്ചിത്രതാരം പ്രമോദ് വെളിനാടെന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറഞ്ഞു ഞാൻ നാടക പ്രവർത്തകനാണ്, നാടക നടനായ പ്രമോദ് വെളിനാട് സിനിമയിൽ എത്തി എന്നുള്ള. അത് കളഞ്ഞിട്ട് പറയാനോ ആ അഡ്രസ്സ് കളയാൻ എനിക്ക് ആഗ്രഹമില്ല. അത് വന്ന വഴിയെ കുറിച്ചുള്ളൊരു നമ്മുടെ പട്ടണി മാറ്റിയ നാടകമാണേ. അല്ല, ഇതൊരു ഉപജീവന മാർഗമാണെന്ന് നമുക്ക് അന്ന് അറിയില്ലല്ലോ. നാടകം വരുന്നു, നാടകം കളിച്ചിട്ട് ഇവരെങ്ങോട്ട് പോകുന്നു എന്നൊന്നും അറിയില്ലല്ലോ. പിന്നല്ലേ ഇതിനകത്ത് മനസ്സിലായത് നമുക്ക് ഇങ്ങനെയാണ്. ഞാൻ ഈയിടെ ഒരാളോട് സംസാരിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി. നാടകത്തിൻ്റെ നമ്മൾ നാടക റിഹേഴ്സലിൽ ചെന്നാൽ നമ്മുടെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് നാടകം തുടർന്ന് അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഒരു മാനേജറായിട്ട് ഒരാളെ, അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ ഒരാളെ നമ്മൾ തീരുമാനിക്കും. അതിൽ തലമൂത്ത ഒരാൾ അല്ലെങ്കിൽ കാര്യപ്രാപ്തിയുള്ള ഒരാളെ തീരുമാനിച്ചിട്ട് നമ്മുടെ മുതലാളി ഉൾപ്പെടെ എല്ലാവരും കൂടി ഐക്യകരണം തീരുമാനിക്കും. ഇദ്ദേഹമാണ്. അപ്പോൾ ആ പുള്ളിയാണ് ആ സമിതി കൊണ്ടു നടക്കേണ്ടത്, ട്രൂപ്പിൻ്റെ തലയാളെന്ന രീതിയിൽ. അപ്പം നമുക്ക് ഈ നാടകം തുടങ്ങി ഇപ്പം ഇന്ന് കളിയുണ്ടെന്ന് വെച്ചു. ഫസ്റ്റ് ഇന്നലെ കളി കഴിഞ്ഞു, ഇന്ന് റിഹേഴ്സൽ കഴിഞ്ഞു. നാളെ മുതൽ നാടകം കളിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഈ മാനേജറും മുതലാളിയുടെ കയറി സീറ്റിൽ ഓരോരുത്തർ പേരെഴുതി ഒട്ടിക്കും ഓരോ സീറ്റിൽ. ആ വർഷം മുഴുവൻ ആ സീറ്റിൽ നിന്ന് നമുക്ക് യാത്ര നടക്കുന്നുള്ളൂ. ഇതൊക്കെ ആർക്കെങ്കിലും അറിയാമോ? നമ്മൾ മാറി അവൻ്റെ സീറ്റിലേക്ക് വരും. കാരണം എല്ലാവരും ഒരേപോലെ അധ്വാനിച്ചിട്ട് ഉറക്കളിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയേ. അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് വണ്ടി വിടും. വണ്ടി 8 മണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ 7:50 നമ്മൾ ചെന്നിരിക്കണം. നമ്മളതൊക്കെ 5 മിനിറ്റ് വണ്ടി കാത്തു കിടക്കില്ല. കാരണം ഒരാൾക്ക് വേണ്ടി ഒരു ദിവസം കാത്തു കിടന്നാൽ പിന്നെ മണിക്കൂറുകൾ നമ്മൾ പലർക്കും വേണ്ടി കാത്തു കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു എഴുതപ്പെടാത്ത ഒരു നിയമത്തിലൂടെയാണ് നാടകം പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ സമയം പറഞ്ഞാൽ കൃത്യം ചെല്ലാൻ ശ്രമിക്കും. അത് ഈ നാടകം കൊണ്ട് കിട്ടുക, സമയത്ത് ചെല്ലുക, സമയത്ത് പോവുക, വരിക. നാടകത്തിന് എപ്പോഴും ടൈം ഒരു വലിയ വിഷയമാണ്. അപ്പോൾ അങ്ങനെ നാടകത്തിൽ അറിയാൻ പാടില്ലാത്ത ഒരുപാട് കഥകൾ അതിൽ നിന്നാണ് പഠിച്ചതും. ഒരുപാട് അല്ല ചേട്ടാ, ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, നമ്മൾക്ക് നിങ്ങൾ ആ 200 ഓഡിയൻസ് ആണെങ്കിൽ 200 ഓഡിയൻസിന് നിങ്ങളുടെ ഈ ശബ്ദം കൊണ്ട് ഈ ബോഡി ലാംഗ്വേജും കൊണ്ട് നിങ്ങൾക്ക് ഇതാക്കണം. സിനിമയിലാകുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. കാരണം ക്യാമറ വേണമെങ്കിൽ എടുത്ത് ചെയ്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ 200 ആളുകളെ ഈ നാടകക്കാരെ ത്രസിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് സങ്കടം ഉണ്ടാക്കുക, നമ്മുടെ ഇമോഷൻസ്, അതായത് ഈ രാത്രി കാലങ്ങളിൽ ഈ നാടകം നടക്കുമ്പോൾ നമ്മൾ കരയുവാണോ ചിരിക്കുവാണോ എന്നുള്ളത് നമ്മളുടെ ശബ്ദത്തിൽ കൂടെ വേണം നമ്മൾ പറയിക്കാൻ. മറ്റേത് അങ്ങനെയല്ലല്ലോ, ക്യാമറ വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ 200 പേരെ സന്തോഷിപ്പിക്കുന്നതിൽ നിന്ന് മാറിയിട്ട്, അതായത് ഒറ്റ സ്റ്റേജിൽ നിന്ന് മാറി ഇപ്പോൾ ഈ പറഞ്ഞ മലയാളികൾ ഇറങ്ങുന്ന ഒരു ലെവലിലേക്ക് ചേട്ടൻ എത്തിയപ്പോൾ ചേട്ടന് തോന്നിയൊരു കാര്യം എന്താ? ഏറ്റവും സിമ്പിളായിട്ട് എൻ്റെ നോട്ടത്തിൽ സിനിമ അഭിനയം തന്നെയാണ്. ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട്. നാടകത്തിൽ അതില്ല. റീടേക്കുകളുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മളെ സഹായിക്കാൻ നാടകത്തെക്കാട്ട് കൂടുതൽ ആളുകളുണ്ട് എല്ലാ രീതിയിലും. നാടകത്തിൽ ഞങ്ങൾ തന്നെ മേക്കപ്പ് ചെയ്യുന്നത്, ഞങ്ങൾ തന്നെ വസ്ത്രങ്ങൾ മാറുന്നത്, ഞങ്ങൾ തന്നെ ആ വസ്ത്രം തിരിച്ച് മടക്കി വെക്കുന്നത്. അവനോടൊരു ഒരു ബാഗ് ഉൾപ്പെടെയാണ് പ്രൊഡ്യൂസർ മേടിച്ചിരുന്നത്. ഈ പെട്ടിക്കകത്ത് 1 വർഷത്തേക്കുള്ള നാടകത്തിൻ്റെ നമ്മുടെ കഥാപാത്രത്തിൻ്റെ വേഷം വിധാനം അലക്കി മടക്കി തേച്ച് നമ്മൾ തന്നെ സൂക്ഷിക്കുകയുണ്ട്. മേക്കപ്പും നമ്മൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അതല്ല നമ്മൾ ചെന്നിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. ഇരുന്നാൽ നമ്മളെ കഥാപാത്രമാക്കി മാറ്റും. എല്ലാം മുടി വെട്ടണമെങ്കിലും ഇതാണ് A to Z കാര്യങ്ങളോട് നോക്കിയിട്ട് പറഞ്ഞു തരാം, ഡയലോഗ് പറഞ്ഞു തരാം, തൊട്ട് പുറയുന്ന പ്രോംപ്റ്റ് ചെയ്ത് തരാൻ എല്ലാം ഉണ്ട്. നാടകത്തിൽ ഇതൊന്നുമില്ല.
അപ്പം എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈസി എന്ന ആ അർത്ഥമല്ലേ പറഞ്ഞത്. നാടകവും ഇതും തമ്മിൽ വെച്ചോണ്ട് നോക്കുമ്പോൾ നാടകത്തിന്റെ പെർഫോമൻസ് വോയിസ് ഒത്തിരി ഇത് നമ്മളിപ്പോൾ ഒരു മൈന്യൂട്ടായിട്ടുള്ള സാധനം ഡബിങ് സ്റ്റുഡിയോ നമുക്ക് എന്ത് വേണം ചെയ്യാമല്ലോ അതിനകത്ത്. നാടകത്തിൽ അതല്ലേ, നാടകത്തിൽ പറയേണ്ട കാര്യം എന്നാൽ ഹസ്കി വോയിസ് പറയേണ്ടതുണ്ട്, അല്ലാതുണ്ട്. പക്ഷേ നമ്മൾ ഭയങ്കര ലളിതമായി പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ കൂടി തന്നെ ഷൗട്ട് ചെയ്തായിരിക്കും പറഞ്ഞത്. ഞാൻ നിന്നോട് പറഞ്ഞ പോലെ നീ ചെയ്യണ്ടാ എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയാണോ രഹസ്യം ഞാൻ പറഞ്ഞു ചെയ്യേണ്ടത്, സിനിമയാണ് ഞാൻ ഇങ്ങനെ വെച്ചാൽ ഡബ് ചെയ്താൽ മതി. പക്ഷേ ഈ പറച്ചിൽ പ്രേക്ഷകൻ കേൾക്കണം. ഞാൻ പറഞ്ഞു ചെയ്തെന്ന് പറഞ്ഞു, ഇതിനകത്തും രഹസ്യമില്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായി. അപ്പം അത് നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് കിട്ടുന്നൊരു ബാലൻസിങ് അത് അതിനാവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളത്, അങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ അഭിനയം ഈസി ആണെന്ന് പറയുന്നതിനുള്ള കാരണം ഈ കഥ പറഞ്ഞു തരും, ഇത്രത്തോളം പറഞ്ഞു തരും. അതായില്ലെങ്കിൽ കട്ട് റീടേക്ക് നാടകമല്ലല്ലോ. 200 പേര് നാടകം കാണാൻ വരുന്നത് 400 കണ്ണുകൊണ്ട് നമ്മളെ നോക്കുക. നമ്മൾ 2 കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നത്. അപ്പൊ 200 പേരുടെ 400 കണ്ണിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടേത്. അതിന് പിന്നെ ഒപ്പം അതിന്റെ സൈഡുകളിലൊക്കെ കിടന്ന് ചില കുട്ടുമ്പകളും പാട്ടും ഒക്കെ കാണും. ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് വേണം. വേറെ ഒരു അലോസരപ്പെടുത്തുന്ന ഒരു കാര്യം പോലും നമുക്ക് ഉണ്ടാകും. കാരണം കാണാൻ പഠിച്ച് നമ്മൾ ഇവിടെ വെച്ചിരിക്കുക. അടുത്ത നിങ്ങളുടെ ഡയലോഗ് പറയുമ്പോൾ അതിന്റെ അടുത്ത കൗണ്ടർ ഡയലോഗ് ഞാൻ പറഞ്ഞിരിക്കണം. എപ്പോഴും നാടകം കളിക്കാന്ന് പറഞ്ഞ യുദ്ധകളത്തിൽ നിൽക്കുന്ന പോലെ നമ്മുടെ ഫ്രണ്ടിൽ കർട്ടൻ എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ നമ്മളെ രക്ഷിക്കാൻ. മനസ്സിലായോ? ആ കർട്ടനിൽ അത് എൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പോഴത്തെ നാടകം തുടങ്ങുമ്പോൾ ഒന്ന് കർട്ടൻ പൊക്കിയ നാടകം തീരുമ്പോഴേ കിടത്തുള്ളൂ. പണ്ടത്തെ നാടകത്തിലൊക്കെ ഇടയ്ക്കൊക്കെ കർട്ടൻ വീഴുമായിരുന്നു ഇൻ്റർവെല്ലിന്. ഇപ്പോൾ ഇൻ്റർവെല്ല് പോലും ഇല്ല. അപ്പം കർട്ടൻ ആ ടൈമിൽ പൊക്കി അവിടെ സ്പ്രൈവേ കെട്ടി വെച്ചേക്കുക. അഴിച്ചിടാൻ പോലും നമുക്ക് നേരം കിട്ടത്തില്ല, മോശമായ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതുപോലെ ഗ്രീൻ റൂമിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഈ സിനിമയുടെ പ്രത്യേകത. ഇപ്പോൾ നമ്മളൊരു സീൻ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്ന സീന് നിങ്ങളില്ലെങ്കിൽ കൂടി തന്നെ എനിക്ക് ആ സീൻ ഞങ്ങൾക്ക് ചെയ്തു പോകാം. അപ്പുറത്തിരിക്കുന്ന ആളാണ്, ഞാൻ അവിടെ ഉണ്ട് സങ്കല്പിച്ച് അഭിനയിച്ചാൽ മതി. പക്ഷെ നാടകത്തിലല്ല, നമ്മുടെ കൂടെ. അപ്പൊ ആ അഭിനയത്തിന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. ചേച്ചി ടീച്ചറാണല്ലേ? ഇവിടത്തെ നമ്മുടെ ഇവിടെ തന്നെ. നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നു അതോ? കല്യാണം കഴിഞ്ഞിട്ട് അനുപ്രേമിക്കാൻ പറ്റിയല്ലേ? അതിനുള്ളതില്ലേ ഇവിടെ? ചേച്ചി ഞാനല്ല ഇതൊക്കെ പറയുന്നേ, ഇതൊക്കെ ചേട്ടനാണ് ചേച്ചിയെ താത്തി കെട്ടണത്, ഞാനല്ല. ഞാൻ പ്രേമവിവാഹമായിരുന്നു ചോദിച്ചത് നിങ്ങൾ സ്നേഹിച്ചു. ഞങ്ങളുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ ആണോ അങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നും തോന്നുന്നില്ല. ഞാൻ നന്നായിട്ട് പ്രേമിച്ച, പക്ഷെ പ്രേമിച്ചവരാരും കെട്ടാൻ പറ്റിയില്ല. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പ്രേമം മുഴുവൻ കൊടുക്കുകയാണ്. പിന്നല്ലേ നാടകമായിട്ട് നടന്ന സമയത്തായിരുന്നു. നാടകത്തിൽ ആരെയും പ്രേമിച്ചിട്ടില്ല സത്യം. അല്ല, നാടകമായിട്ട് നടന്ന സമയം ഞാൻ അങ്ങനെ ചോദിച്ചില്ല. ഉള്ള കാര്യം പറയുന്നുണ്ട്. അവർക്കറിയാൻ പോലത്തെ രഹസ്യമില്ല. നമ്മള് ചെറുപ്പക്കാർ ഇവന്റെ പ്രായമൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ വലിയ കോഴിയായിരുന്നു ഞാൻ. എല്ലാ വീട്ടിൽ നിന്ന് ഓടിച്ചു വിടുന്ന കോഴിയായിരുന്നു. കണ്ടോ, അമ്മയല്ലേ ഇരിക്കുന്നത്, എൻ്റെ മോനിരിക്കുന്നത്. അല്ല ചേച്ചി, നിങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത്, ചേട്ടൻ കല്യാണം നിങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് ചേട്ടന് നാടകത്തിലായിരുന്നു അതോ? നാടകത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോ വീട്ടിൽ എന്നാ പറഞ്ഞു? നാടകക്കാരനാകുമ്പോ വീട്ടുകാർക്കൊക്കെ ഒരു ഇഷ്ടകേട് പോലെ ആയിരുന്നു. ചേച്ചിനൊന്ന് ഞങ്ങളൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കൗണ്ടറുകൾ വരുമ്പോ പറഞ്ഞില്ലേ കഫക്കെട്ട് പോലെ തൊണ്ടയിലിരിക്കും. ശരി ചേച്ചി, ഇഷ്ടമായിരുന്നു, സമ്മതക്കുറവൊന്നുമില്ല. ചില ബന്ധുക്കൾക്കൊക്കെ ഉള്ള ആ കോമഡി പറയാം അത് ബാക്കി എന്നിട്ട് വീട്ടിൽ പിന്നെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നാടകമെങ്കിൽ നാടകം ഇവിടുന്ന് അല്ലേ പുറത്തിറങ്ങി ഒന്ന് പോകുമ്പോന്നുള്ള പേടിയുണ്ട്. കണ്ടോ, കറക്റ്റ് അവിടെ വേറൊരു കൗണ്ടർ വന്നു. അല്ല, എന്റെ കമ്പനി ഇതല്ലേ നമ്മളെ പ്രോഡക്റ്റ് ആകുമ്പോൾ മോശം വരാൻ പാടില്ല. എന്തോ ഒരു വലിയ കഥയുണ്ടെന്ന് പറഞ്ഞു. അല്ല, കഥ എന്ന് പറയുന്നതല്ലേ ഈ എന്താ പറയുക, ഞാൻ ഇവരുടെ വീട്ടിൽ ഇത് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ പറയട്ടെ അതിന്റെ രസം ഉണ്ടാവും ധരിച്ച് ഈ പെണ്ണ് അച്ചാച്ചിയാ എന്നോട് എന്ന് പറഞ്ഞത്. അപ്പൊ സത്യസന്ധമായി പറഞ്ഞാൽ എത്രാം വയസ്സിലായി? 26 വയസ്സായപ്പോൾ കല്യാണം കഴിച്ചു. അപ്പൊ എന്റെ മേഖല ഇച്ചിരി മോശം മേഖലയെന്നല്ല, പൊതുവെ വെളിയിലുള്ള സംസാരം നമുക്കറിയാം. നമ്മളെ സഹോദരങ്ങളെ പോലെ അല്ല അങ്ങോട്ട് ഭയങ്കര കമ്പനി. ഇപ്പോഴും പിന്നെ ആദ്യം നാടകം കളിച്ചുമായിട്ടും ഒക്കെ എത്രയോ വർഷം മുമ്പായിട്ടുള്ള പരിചയമുള്ളവരും ഭയങ്കര സ്നേഹത്തോടെ പെരുമാറും ഒക്കെ എല്ലാവർക്കും അറിയാം. അപ്പം എന്താ പറയുന്നത്, ഈ അച്ചാച്ചി അമ്മയും കൂടെ തോന്നി ഞാനൊരു മോനായിട്ട് എൻ്റെ കല്യാണം കാണണമെന്നുള്ള അതിയായ ആഗ്രഹം, എൻ്റെ പഴയ സ്വഭാവമൊക്കെ ഒക്കെ അറിയാവുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എങ്ങനെ ഒരു കല്യാണം നടത്തുന്നു അച്ചാച്ചി പല സ്ഥലങ്ങളും. ഞാൻ 2 പെണ്ണേ കണ്ടുള്ളൂ. ആദ്യം പോയടുത്ത് ഒന്നും നടന്നില്ല. അവിടെ ചെന്ന് പെണ്ണിനെ എനിക്ക് ആ പെണ്ണിൻ്റെ മോൻ പോലും ഓർമ്മയില്ല. 2ാമത് തന്നെ ഉള്ളു. എനിക്ക് വേറെ ഒത്തിരി അന്വേഷിച്ച് പോകേണ്ട വന്നില്ല. അപ്പം അമ്മയുടെ അനിയത്തിൻ്റെ ഭർത്താവ് പറഞ്ഞു ഇന്നപോലെ അമ്പലപ്പുഴ ഒരു പെണ്ണുണ്ട് നോക്കാമെന്ന് പറയാം. അങ്ങനെ അച്ചാച്ചി പോയി കണ്ട്. ഞാൻ അച്ഛൻ പോയി കാണുന്നുണ്ട്. അപ്പോൾ ചെന്ന് സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കാണുന്നത്. കാരണം ഞാൻ വീടിനകത്തൊന്നും കയറില്ല, ഞാൻ വെളിയിലായിരുന്നു സംസാരിച്ച്.
എന്നോട് അകത്തോട്ട് ഞാൻ അകത്തോട്ട് കയറണം, ഞാൻ ഇവിടുന്ന് വന്നൊരു ചെറുപ്പക്കാരനല്ലേ, എന്നെ എന്ത് ധൈര്യത്തിലെങ്കിലും അകത്തോട്ട് വിളിച്ച് കയറി ചായ തരണം, അതിൻ്റെ ആവശ്യമില്ല. ഇത് എനിക്ക് നമുക്ക് തമ്മിലൊരു ബന്ധം തുടങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അകത്തോട്ട് കയറിയാൽ പോരെ. എൻ്റെ വീട്ടിൽ എന്നെ ജീവിതത്തിൽ ആദ്യം കാണുക ഇവിടെ അമ്മ എല്ലാവരും. അപ്പം ഞാനവിടെ മാറിയിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ ഡിമാൻഡല്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, നാടകക്കാരനാണ്. അപ്പം എന്നോട് വീട്ടുകാർ ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് നാടകക്കാരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം എന്നെ കണ്ടാലേ ഈ ഒരു നടൻ്റെ യാതൊരു നടൻ ഇന്നൊക്കെ വേണമെന്നൊരു ചോദ്യമല്ല അതിനകത്ത്. നമ്മൾ കണ്ട ചില കാഴ്ചകളില്ലേ, ഒരാൾക്ക് നാടകത്തിലേക്ക് നടന്മാർ ഭയങ്കര ശബ്ദം, നല്ല ഗംഭീര സൗന്ദര്യം, കുറച്ചൊരു കളറൊക്കെ ഉള്ള ഒരാളാകണമല്ലോ. ഞാനത് കഴിഞ്ഞൊരു ഫോട്ടോ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എങ്ങനെ നല്ലത്. എൻ്റെ കല്യാണ ഫോട്ടോ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടു കാണുമെന്ന് തോന്നുന്നു. അപ്പം അതൊരിക്കലും ഒരു നാടകക്കാരൻ എന്നോട് അന്നൊക്കെ ചോദിക്കും, നാടകത്തിൽ എന്നെ എടുക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നടനാന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കില്ല, നടനോ ഈ പുള്ളിയോ. ഞാൻ അമ്പലപ്പുറമ്പിൽ ചെന്നാലും നടനാന്ന് പറയാറില്ല. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞത് ഇവര് പറഞ്ഞറിയാം, ഇവരുടെ നാട്ടുപ്രദേശത്ത് ഇങ്ങനെ അച്ചാച്ചിയെ കളിക്കുന്ന പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു വർഷം ഓണത്തിനൊരു നാടകം കളിക്കും. അത് നാടകക്കാരെന്ന് പറയാൻ പറ്റുമല്ലോ, നാടകം. അവിടുത്തെ ഉണ്ണിച്ചാട്ടനൊക്കെ നാടകത്തിലുള്ള ഉള്ളി അവിടെ. പക്ഷെ ഇതൊരു ഉപജീവന മാർഗമാണെന്നോ ഇങ്ങനെ സ്ഥിരം ഞാൻ നാടകം കളിക്കുന്ന ആളെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിക്കാൻ വേണ്ടി ഇവർ നോക്കുക. അപ്പൊ നമുക്ക് ഏപ്രിൽ 10 നടക്കില്ല, എനിക്ക് നാടകമുണ്ട്. നാടകം അപ്പൊ ഇവരുടെ മറ്റു ബന്ധുക്കൊന്നും അറിയില്ല ഇങ്ങനെ. ഞാൻ ശരിക്കും റിങ്ങിന്റെ പണിയാണ്, നമ്മുടെ കിണറിന്റെ റിങ്ങിന്റെ പണി. അച്ചാച്ചി ഞാൻ പറഞ്ഞില്ല, അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് അവസാനമൊക്കെ. ഞാൻ അതല്ല, ഒരുപാട് പണി അതെന്റെ പണിയാണ്. അപ്പം ആ റിങ്ങിന്റെ പണിയുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നാടകത്തിന്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഉപജീവനത്തിന് മാർഗമുണ്ട്. ഇത് പക്ഷെ ഇതാണ് നാടകമാണ് ഉപജീവനം എന്ന്, ഇത് സൈഡാ ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നാടകക്കാരെന്നൊക്കെ പറഞ്ഞില്ല. ലാസ്റ്റ് ഡേറ്റ് നോക്കി അപ്പോഴാണ് ഞാൻ ചാർട്ട് എടുത്ത് കാണിക്കുക. അപ്പോൾ ഒറ്റ ദിവസവും ഇല്ല ചീനവലക്കാരൻ എന്ന് പറഞ്ഞ നാടകം കളിക്കുന്നത്. അതാ പ്രോലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാട്ടിൽ കളിക്കുന്നത്. ആ നാടകങ്ങൾ ഒരു ദിവസം ഇല്ല. അങ്ങനെ ഒരു മെയ് 10-ാം തീയതി സീസൺ കഴിയുന്ന ഒരു മെയ് 10-നാണ് ഞങ്ങളുടെ വിഭാഗം. അന്ന് ഇലക്ഷനാണ്, രാജ്യസഭ തെരഞ്ഞെടുപ്പാണ്. അതെ, ലോക്സഭ തെരഞ്ഞെടുപ്പ്. അത് ആ ഇലക്ഷൻ എന്നാണ് എൻ്റെ സെലക്ഷൻ നടന്നത്. കല്യാണം കഴിച്ചത്. അപ്പോൾ അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ചിലപ്പോൾ ഞങ്ങൾ അന്ന് മൊബൈലില്ല, അപ്പുറത്തൊരു എസ് ടി ബൂത്ത് നിന്നാണ് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്, അവിടോട്ട് വിളിച്ച് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ പെണ്ണ് കണ്ടതിന് ശേഷം എനിക്ക് ഇഷ്ടമായിരുന്നു. ഇവളെ അല്ലാതെ പെണ്ണ് വേണ്ടാന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ തോന്നി. ഇവർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം കല്യാണം. അപ്പോൾ നമ്മളിവിടെ വെക്കുന്ന കറി എന്താണെന്നോ അവിടെ വെക്കുന്ന ഭക്ഷണം എന്താണെന്നോ എന്നെവിടെ പോകുന്നതൊക്കെ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ കല്യാണത്തിന് ഇവള് കല്യാണത്തിന് എവിടെ ഒരുങ്ങി നിൽക്കുന്നതൊക്കെ എനിക്കറിയാം, നേരത്തെ വിളിച്ചെന്ന് പറഞ്ഞു. താറാവുന്ന അംബാസഡറൊക്കെ ആണല്ലോ അന്നത്തെ. അംബാസഡർ ഞാൻ വന്ന് ഇറങ്ങി, എൻ്റെ കൂടെ കുറച്ച് ഞാനിങ്ങനെ ഇറങ്ങിയത് എനിക്കറിയാം. ഞാൻ ഈ കാർ ഇറങ്ങിയാൽ തൊട്ട് മേളിലാണ്. അപ്പോൾ ഞാൻ ദൂരെ നിന്ന് കണ്ടു എവിടെ നിൽക്കുന്നത്. ഞാൻ വലിയ അടുത്ത് ഇങ്ങനെ ചെന്ന് കാറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കിന്ന് മേലോട്ട് നോക്കി. ഇവരെല്ലാം മേളിലൊരു ഓടിച്ചോടത്തിൻ്റെ മേളിലൊരു സ്ഥലത്ത് ഇവിടെ കുഞ്ഞമ്മമാരും എല്ലാവരും ഉണ്ട്. അവരൊക്കെ അമ്മായിമാരൊക്കെ എന്നെ ആദ്യം അന്നാ അവർ കാണുന്നത്. എൻ്റെ ചെവിയിൽ ഇപ്പോഴും നിൽപ്പുണ്ട് അയ്യേന്ന് വെച്ചത്. അയ്യേ എന്നെ കണ്ട് അവരെ പറഞ്ഞൊരു കാര്യങ്ങൾ ഈ ഫോട്ടോ കാണുമ്പോൾ വെച്ച് പോകുന്നത്. അപ്പൊ അങ്ങനെ ആണ് കല്യാണം കഴിച്ചത്. ചേച്ചി പിന്നീട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേച്ചിക്ക് അന്ന് ജോലി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. പിന്നീട് ഇവിടെ വന്നതിന് ശേഷമാണ് ജോലിയൊക്കെ സെറ്റ് ആയത്. ചേച്ചി ഈ പറയുന്ന പോലെ ചേട്ടൻ നാടകം കളിക്കാൻ പോയി, പറഞ്ഞ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക്. പിന്നീട് ഇത് സ്ഥിരമായപ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഒരു സീസണിൽ കണ്ടിന്യൂസ് പോവല്ലേ, ചേച്ചിക്ക് അന്നേരം ഇപ്പൊ ഫീൽ ചെയ്തായിരുന്നോ? വിഷമം ഉണ്ടായിരുന്നു നാടകം കളിക്കാനായിട്ട് ഇങ്ങനെ പോകുമ്പോ, വീട്ടിലില്ലല്ലോ എന്നുള്ള ഒരു ഇത്. അല്ലാതെ കുഴപ്പമില്ല, സന്തോഷം. സിനിമ വന്നതിന് ശേഷം ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ സിനിമയുടെ വൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കാച്ചാൽ ഇങ്ങനെ ഒരു ആൾക്കാർ കാണുമ്പോഴും ഒക്കെ എനിക്കിപ്പോ ഒരു നല്ല ഭയങ്കര സന്തോഷം. ഇവർക്ക് വേറെ ഈ ഒരുപാട് കലാരംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ഒരു വലിയ പങ്കുവൊക്കെ ഉള്ളതാണ്. കാരണം ഞാൻ ഇവിടെ കല്യാണം കഴിച്ചൊക്കെ കേട്ട് കറണ്ട് പോലും ഒരു ചെറിയ 2 മുറിയുള്ളൊരു വീട് ചെറിയ. അപ്പോൾ ഇവിടെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നില്ല, ചില ചേരുവകളും ചില നന്നാവൂല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ നേട്ടങ്ങൾക്കെല്ലാം കാരണഭൂതയായ ഒരാളാണ്. അല്ല, അതേപോലെ തന്നെ ചേച്ചിയുടെ ഒരു കാര്യം കൂടെ, ഈ പറഞ്ഞ ചേട്ടൻ നാടകം കളിച്ചിട്ട് പിന്നെ വെബ് സീരീസ് തുടങ്ങി. വെബ് സീരീസ് തുടങ്ങി അഭിനയിക്കുന്ന വല്ല നാട്ടിൻപുറത്തെ ഒരു ക്യാമറ എങ്ങനെ വെക്കണ്ടേന്ന് ആ ഒരു ബേസിക് ആ ഇതിലേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും ഇല്ല, ഒരു ക്ലോസ് ഇല്ല, ഒന്നുമില്ല. അതാണ് ഞാൻ നിങ്ങളോട് കല്യാണത്തിന്റെ കാര്യം ചോദിച്ചത്. നിങ്ങളൊരു കല്യാണത്തിന്റെ വെബ് സീരീസിനകത്തൊരു പെങ്ങളെ ചേച്ചിനെ മുടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാണ്, ആ വെബ് സീരീസിലേക്ക് വന്നപ്പോഴത്തേക്ക്, അതായത് അതുവരെ ചേച്ചി നാടകം കണ്ടിട്ടുണ്ടോ? ഞാൻ അഭിനയിച്ച ചീനവലക്കാരന് ശേഷമുള്ള എല്ലാ നാടകങ്ങളും കണ്ടിട്ടുണ്ട്. ചീനവലക്കാരൻ കല്യാണം കഴിക്കുന്നു.
അത് കണ്ട ചീനവലക്കാരൻ മുതൽ ഇങ്ങോട്ടുള്ള നാടകങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വെബ് സീരീസിലേക്ക് വന്നപ്പോഴത്തേക്ക് ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, അതില് വരുമാനം ഇല്ലല്ലോ. നാടകത്തിൽ നിന്നല്ലേ അതിന്റെ ഒഴിവ് സമയത്തല്ലേ വെബ് സീരീസ്? ഒഴിവ് സമയം, ഒഴിവ് സമയങ്ങളിൽ അങ്ങനെ പിന്നെ നമുക്കറിയാവുന്ന പണി ഇതാണ്ട് പോയി ചെയ്യല്ലേ നമ്മളത്. അല്ലാതെ അതിനകത്ത് അന്നൊന്നും ഒരു വരുമാനം നിങ്ങൾക്ക് അറിയാമോ? ഈ നാട്ടുകാർ.com എന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ കാണുന്നത്, ഞാൻ ഇപ്പോൾ കാണുന്ന രാമഗിരിയിൽ പോയൊരു ഇന്ത്യൻ കഫേ പോയിട്ട് എൻ്റെ നമ്മുടെ അന്ന് യൂട്യൂബ് നമ്മുടെ ഇല്ലേ, അപ്പൊ അതിനകത്ത് ഇങ്ങനെ ബഫർ ചെയ്ത് നിൽക്കും, ഇങ്ങനെ കറങ്ങി വരാൻ നോക്കും, കുറച്ച് ഇങ്ങനെ നിൽക്കും, കുറച്ച് അങ്ങനെ. ഞങ്ങൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ അടിച്ചപ്പോൾ ആ കമ്പ്യൂട്ടറിൽ എന്ത് പാടുപെട്ടാന്നറിയാം ഞങ്ങൾ അവിടെ തിന്നായിരുന്നു കണ്ടത്. അപ്പൊ അന്ന് ഇങ്ങനെ വിചാരിച്ചില്ലേ നമുക്ക് ഇതൊക്കെ ഇത്രത്തോളം ഒരു വലിയ അഭിലാഷ് അന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. ഞാൻ ചോദിച്ചു, അഭിലാഷ് ഡയറക്ടർ, ഞാൻ ചോദിച്ചു എവിടെ കാണിക്കാനാണ് ചോദിച്ചോണ്ട് പ്രൊമോട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ദുബൈയിലാണ് അതിന്റെ പരിപാടി, ഗൾഫുകാരൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, ഇത് അതിലേക്കാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനെ വളർന്ന ഒരു ഇതാണ്. അന്ന് എന്നോട് പുള്ളി പറഞ്ഞൊരു ചെറിയ കമന്റ് ഉണ്ട്. പുള്ളി പറഞ്ഞു, ചെറുതല്ല, അത് ഭയങ്കര അർത്ഥവത്തായ ഒരു കമന്റാണ്. പുള്ളി എന്നോട് പറഞ്ഞ് പ്രൊമോട്ട് നോക്കി സിനിമ കക്കൂസിൽ വരുമെന്ന് പറഞ്ഞു. മൊബൈലുമായിട്ടല്ലേ ഇപ്പം എല്ലാവരും പോകുന്നത്, പുറത്താണ് നമ്മൾ കാണാനില്ല, അതിനകത്ത് തരികയല്ലേ. അത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചാണോ ഇങ്ങനെ ഒരു മൊബൈൽ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് 2ാം വർഷം തിരുവനന്തപുരം അനന്തപുരി എന്ന് പറഞ്ഞ നാടക ട്രൂപ്പിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലാണ് എനിക്ക് ഫോൺ വരുന്നത്. അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് വിളിക്കും. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞാൽ അപ്പുറത്തെ ഫോൺ ചെയ്ത് പറഞ്ഞു, എൻ്റെ ഇത്ര നേരത്തൊരു സാധനം ഇങ്ങനെ. ഞാൻ ഇതെന്നെ സാധനം മറ്റേ കൊമ്പുള്ള ഇത് സംസാരിച്ച് അങ്ങോട്ട് സംസാരിച്ചു അല്ലെങ്കിൽ പറയണ വീട്ടിലോട്ടല്ലേ എന്തേലും പറയണം. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞ ആദ്യത്തെ കമന്റ്, ഞാൻ വയറില്ലാത്ത ഫോണില്ലാത്തവരെ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആദ്യം കണ്ടതാ. അവിടെ കാണുന്നത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. പക്ഷേ ഈ വെബ് സീരീസിൽ നിന്ന് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാകുന്നു, അല്ലെ ഇത്രത്തോളം. പക്ഷെ അതിനൊരു വരുമാനം 1 രൂപ പോലും ഞങ്ങൾ അതിനകത്ത് വരുമാനം പറ്റിയിട്ടില്ല. പക്ഷെ വരുമാന സ്രോതസ്സാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അതാണ് എൻ്റെ. അല്ല, ഇപ്പോഴാണ് വെബ് സീരീസ് ചേട്ടന്റെ ഒരു വലിയ ബ്രേക്ക്. ഒത്തിരി എല്ലാവരും എന്നെ കൂടുതലായിട്ട് ചേട്ടൻ മറ്റേ കോമഡിക്കകത്തുള്ള വിളിയെല്ലാം ചോദിക്കുന്നത് പടം കാണുന്ന ആളുകളെക്കാട്ട് കൂടുതൽ ഇത് കാണുന്നുണ്ട്. കാരണം എപ്പോഴും സ്ട്രോൾ ചെയ്യുമ്പോൾ ഒരു ദിവസം എന്നെ കാണാതെ പോകുന്നില്ല. അതൊരു വലിയ പഠിപ്പിച്ച അധ്യാപകനോട് അതൊക്കെ അതെല്ലാം അതിന്റെ രസമല്ലേ. അത് അതിനകത്ത് അഭിനയിച്ചിരിക്കുക ഞങ്ങളുടെ അപ്പാപ്പന, അച്ഛൻ്റെ അപ്പാപ്പന. അതിന്റെ ആ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് എൻ്റെ അപ്പച്ചിയാ. എല്ലാം അപ്പൊ ഇവരുടെയൊക്കെ ഇടയിൽ വളർന്ന് ഞാൻ ഇങ്ങനെങ്കിലും ആയില്ലേ മോശം. ഈ പറഞ്ഞ ആദ്യത്തിനകത്ത് പറഞ്ഞിട്ടില്ലേ സാറിന്റെ മറ്റേ IAS പഠിച്ച മകനെ കൊണ്ടുവന്നിട്ട്. പിന്നെ അതിനകത്ത് വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സാധനങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊക്കെ അതിനകത്തുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് അല്ല, നമ്മൾ ഒരു വിഷയം കൊണ്ടുവരും, ഇന്ന പോലെ ഒരു സാധനം കൊണ്ട് നമുക്ക് പിന്നെ ആടിയത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ തൊണ്ടയിൽ ഇറങ്ങുമ്പോൾ പഴം നമ്മൾ കൊണ്ടുവരണം ചോദിക്കുന്ന സാധനമൊക്കെ അതൊക്കെ അവിടെ വെച്ചുണ്ടാകുന്ന ചില സാധനങ്ങളാണ്. നമ്മളിങ്ങനെ സ്ഥിരം വർത്താനം പറഞ്ഞ ഒരു കൗണ്ടർ എപ്പോഴും ഉണ്ടാവും. ആ ഒരു കൗണ്ടറിൽ നിന്നാണ് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഈ 10 പൈസ ഇതിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടില്ലായിരുന്നു. ഏത് നമ്മുടെ നമ്മുടെ കോൺട്രിബ്യൂഷൻ, എന്റെ പെർഫോമൻസ് കോൺട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ ആപ്പിളുടെ ക്യാമറ കോൺട്രിബ്യൂഷനാണ്. അവരവിടെ ഇതിന്റെ കോർഡിനേഷൻ ചെയ്ത് മാനേജ്മെന്റിൽ അവരോടുള്ള നന്ദി നമുക്ക് ജീവിതത്തിൽ മറക്കാൻ നോക്കിയല്ലേ. അഭിലാഷ് ഈ മാനേജ്മെന്റിൽ നമ്മുടെ ഭയങ്കര കാണപ്പെട്ട, ഞാൻ അഭയചേട്ടനെ പ്രാൻ സാറിന് പറയുന്ന പോലെ തന്നെ പറഞ്ഞു. കാരണം എന്നെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാൻ അവർക്ക് തോന്നിയതും അത് വലിയ കാര്യമായിട്ട് അവരോടുള്ള എപ്പോഴും നന്ദി എപ്പോഴും ഉണ്ട് അവർക്ക്. അല്ല അത് അങ്ങനെ ഓരോരുത്തരും ഓരോ കോൺട്രിബ്യൂഷൻ കൊടുത്താണ് അത് ഇങ്ങനെ വളർന്ന ഒരു സാധനമായി മാറിയത്. അല്ല, അതിനുശേഷം ചേട്ടൻ ഒരു ബുക്കിൽ എഴുതി വെച്ചു എന്ന് പറയുന്നത്. ബുക്കിൽ എഴുതി വെച്ചത് എന്റെ അനുഭവങ്ങൾ, ഞാൻ അഭിനയിച്ച അത് എന്തോ പറഞ്ഞു, വെബ് സീരീസിന്റെ പേര് ഞാൻ വിതച്ചതാണ്. കാരണം വെബ് സീരീസ് അഭിനയിച്ചിട്ടിരിക്കുക. അതിനകത്ത് വെബ് സീരീസിനെ അഭിനയിക്കാൻ ഇപ്പോഴെന്നെ വിളിക്കുമ്പോഴും ഞാൻ സാമ്പത്തികം അങ്ങനെ പറയാറില്ല. അവരോട് ഈ പ്രൊമോട്ട് നമ്മളൊരു സാധനമാണ്, ഷോർട്ട് ഫിലിമാണ്, എന്ത് പ്രൊമോട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിന് എനിക്കറിയാം അത് വിറ്റ് കാശാകില്ല എന്ന്. അതിന് പറ്റിയൊരു സ്പേസ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലില്ല. ശരിക്കും ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് കച്ചവടമാക്കുന്നത് അതല്ല, പിന്നെ അതുപോലെ വലിയ ടീമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊണ്ടാണ് അഭിനയിപ്പിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്നാ നിങ്ങൾ തരും, ഒരു വണ്ടിയല്ല വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയതും പിന്നെ നിങ്ങളുടെ മാന്യം, അല്ലാതെ കുത്തിപ്പിടിച്ചാൽ മേടി. അല്ലാതെ നിങ്ങൾ ഞാൻ അഭിനയിച്ച ഏതെങ്കിലും ഒരാളോട് ചോദിച്ചു എനിക്ക് ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞവരോട് ഇല്ല. അതിന്റെ കാര്യം ഈ സംവിധാനം ചെയ്യുന്നവരുടെ ബാഹുബലി അവരെ ചെയ്യുന്നത്. അവന്റെ സ്വപ്നമാണ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം വലിയൊരു സിനിമ എന്നത്. അപ്പൊ അതിനകത്ത് അവന് എന്തെങ്കിലും ഇയാളൊരു വലിയ സിനിമ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ വന്ന് നമ്മളോടൊന്ന് 2 ദിവസം കഷ്ടപ്പെട്ടാണ് പുള്ളിക്ക് ഒരു വേഷം കൊടുത്തേക്കാന്ന് പറഞ്ഞ് കൊടുക്കില്ലേ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 10 പൈസ മുടക്കില്ലാതെ എൻ്റെ ഒരു കഴിവിനെ ലോകം മുഴുവൻ കാണാൻ പോകുന്നത്. ഇതെനിക്ക് പണി അറിയാന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ട്. ഇതെവിടെ ആരെങ്കിലും മുന്നിൽ കൊണ്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണ്ടേ നമ്മളെ. അതിനാണ് ഞാനത് ഉപയോഗിക്കുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞത് ഈ വെബ് സീരീസും ഷോർട്ട് ഫിലിംസുകളും എൻ്റെ ട്യൂഷൻ സെന്ററും എൻ്റെ പരീക്ഷാകാല സിനിമയാണെന്ന് പറഞ്ഞത്. അതിൽ വിതച്ചതാണ് ഇപ്പൊ കൊയ്യുന്നത്. അതെ, ഉറപ്പായിട്ടും. ഞാനേ മോനോടൊന്ന് സംസാരിക്കാൻ അവനെ സൈഡാക്കി. നല്ലതൊക്കെ പറയാം, നല്ലതേ ഞാൻ ചോദിക്കത്തുള്ളൂ. അപ്പൊ അവൻ അതേ പറയാൻ പറ്റും. ഇപ്പം അച്ഛന് നന്നായിട്ട് ഏറെ വിട്ടത് പറഞ്ഞായിരുന്നു കൊത്തയുടെ സിനിമ. അങ്ങനെ കളിയാക്കുന്നത്.
അതൊക്കെ പറഞ്ഞ കളിയാക്കും. എനിക്ക് മനസ്സിലായില്ല. ഞാൻ മറ്റേ കിങ് ഓഫ് കൊത്തയിൽ അഭിനയിച്ചപ്പോഴത്തേക്ക് ഇതുപോലൊക്കെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞായിരുന്നു 10 കൈയടി എടുത്തു കഴിഞ്ഞാൽ 100 അതെനിക്ക് മനസ്സിലായി. 100 കൈയടി ഇട്ട് കഴിഞ്ഞാൽ 10 എനിക്ക് ഇപ്പൊ എന്നെ അങ്ങനെ പറഞ്ഞ കളിയാക്കുന്നത്. എങ്ങനെയാ കളിയാക്കുന്നത്? ഇപ്പൊ എന്തേലും ഞാൻ എന്തേലും പറയുമ്പോ എന്നാ ശരി നിനക്കൊരു 10 എങ്ങനെയൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത്. ഇപ്പൊ അത് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം അച്ഛൻ എന്ന വ്യക്തി ഇപ്പം ഇവിടെ നിനക്ക് അച്ഛനാണ്, പക്ഷെ ഇപ്പൊ അദ്ദേഹം ഒരു കലാകാരനാണ്, നമ്മുടെ എല്ലാം ഒരാളാണ്. അതെന്ന് ഞങ്ങൾ പ്രേക്ഷകരുടെ ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛന്റെ അങ്ങനെ ഒരു ടങ് ടെസ്റ്റ് വന്നു. അപ്പൊ ഞാനത് ചോദിക്കാനുള്ളത് എന്റെ അങ്ങനെ നാക്കുളുക്കല്ല അത്. ക്ലിയർ ചെയ്യാനുള്ള അവസരം തന്നിരിക്കും. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഞാൻ അച്ഛനെ ആദ്യം നേരിട്ട് കാണുമ്പോൾ അച്ഛൻ അമ്മ മൊബൈലില് നിനക്കൊരു ടീഷർട്ട് എന്തോ എടുക്കുന്ന കാര്യത്തിന് സജസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. നമ്മളവൻ നേരിട്ട് അപ്പം ഇപ്പോഴും അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ ഞാനുണ്ടെങ്കിലേ പോവുള്ളൂ, അവന് ഇഷ്ടപ്പെട്ട കളർ ഏതാ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛനോട് ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അച്ഛൻ പുള്ളയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു മകൻ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അച്ഛൻ ഇങ്ങനെ ഇപ്പൊ ബാക്കി എല്ലാവരും സന്തോഷത്തിൽ വരുന്നുണ്ട്. അതായത് ഇപ്പൊ അച്ഛന് ഓരോ സ്ഥലത്ത് അവാർഡ്, അച്ഛന്റെ സിനിമ, പക്ഷെ അച്ഛനെ ഇങ്ങനെ ക്രൂരമായിട്ട് സൈബർ അറ്റാക്ക് വന്നപ്പോ എന്താ കുഞ്ഞിന് തോന്നിയത്? ഞാൻ മോട്ടിവേഷൻ തരില്ലേ? ഇത് വേറെ അടുത്ത വിഷയം വരുമ്പോൾ അവരെന്റെ പുറകെ വെക്കോളൂന്ന് പറഞ്ഞു. ഇതിനകത്തെ ഈ ഓണറിൽ പോയതിന്റെ ഒരു കാരണം അതൊരു എന്നാ അവരുടെ ഒരു എയിമാരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിന് ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ആ സിനിമ കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു സിനിമ ലൊക്കേഷൻ ഞാൻ ഈ നിമിഷം വരെ പോയിട്ടില്ല. അത്രയും വലിയത്. അവിടെ ചെല്ലുമ്പോൾ 7 ക്യാരവാൻ കിടക്കുക. അതിലൊരു ക്യാരവാനിൽ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ നടന്ന കാര്യം, ഇതൊന്നും മനുഷ്യരറിയത്തില്ല. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഞാൻ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും കണ്ട റബ്ബർ തോട്ടത്തിലും തെങ്ങുതോപ്പിലും വാഴത്ത് തോട്ടത്തിലും ഇരുന്ന് മേക്കപ്പ് ചെയ്തിട്ട് നാടകം കളിച്ചുകൊണ്ടിരുന്നത്. സ്റ്റേജൊക്കെ എപ്പോഴും അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കുമല്ലോ. അല്ലാതെ വലിയ നല്ല അത് 100 നാടകങ്ങൾ കിട്ടിയാൽ അതിലൊരു 5-10 എണ്ണം വരും. നല്ല സ്റ്റേജും നല്ല ഗ്രീൻ റൂമൊക്കെ കിട്ടുന്നുള്ളൂ. നമ്മളിപ്പോൾ താഴെ പടുതായിട്ട് വരാമോ ചേട്ടാ ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നവരെ കക്ഷിയർ പുല്ലൊക്കെ നിൽക്കുന്നത് കാണാം. നമുക്ക് കാരണം ഇവർക്ക് ഇന്ന് ആ നാടകം മതി. ആ ക്ഷേത്രത്തിനോ അല്ല പള്ളിക്കാർക്കോ ആരാണോ പ്രോഗ്രാം തരുന്നവർക്ക്. നമുക്ക് ഈ നാടകം നാളെ വേണം. അപ്പൊ നമ്മുടെ ഒരു സാധനം നഷ്ടപ്പെട്ടു പോയാലോ, നമുക്കൊരു അപകടം പറ്റിയാലോ. മനസ്സിലായി? കയറാൻ സ്റ്റെപ്പില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഞാൻ സ്റ്റേജിലോട്ട് കയറാൻ സ്റ്റെപ്പില്ല, നിങ്ങളൊന്നും എഗ്രിമെന്റിൽ എഴുതിയിട്ടില്ലെന്ന്. സ്റ്റേജിൽ കയറാൻ സ്റ്റെപ്പ് അതൊക്കെ ഞാൻ ഹെലികോപ്റ്റർ വന്നിറങ്ങും പിന്നെ ഓരോരുത്തർ കഥാപാത്രങ്ങൾ. ഞാൻ ചോദിച്ചാ ഇവർ ആ ഫ്രണ്ട് സ്റ്റേജ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. അപ്പം അതുകൊട്ടെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇത്രയും വലിയ ക്യാരവാനൊക്കെ ആയിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുന്നു. ക്യാരവാൻ്റെ ഫ്രണ്ടിൽ പ്രമോദ് എൻ്റെ ഇപ്പോഴും ആ ഫോട്ടോ ഇരിപ്പുണ്ട് വെച്ചിരിക്കുന്നു. അവിടെ ചെല്ലുന്നു, ഭയങ്കര ഫെസിലിറ്റി. എന്നെ കൊണ്ട് പോകുന്നത് സെക്യൂരിറ്റിയൊക്കെ എന്നെ കൊണ്ട് പോകുന്നത്. കാരക്കുടിയിലാണ് ഷൂട്ട്. അവിടെ ചെല്ലുന്നു, ദുൽഖറിനെ കാണുന്നു, ദുൽഖറുമായിട്ടൊന്ന് അഭിനയിക്കുന്നു. പുള്ളിയായിട്ട് ഫസ്റ്റ് ഞാൻ ചെല്ലുമ്പോൾ എത്രയോ പേര് കൊതിക്കുന്ന ഒരു സീനാണ്. നായികയായിട്ടുള്ള പടം കണ്ടാണോ? നായികയായിട്ടൊരു സീൻ. അത് കഴിഞ്ഞ് അവിടെ നായികിട്ട് അടി കൊടുക്കും, നായിക എനിക്കിട്ട് അടിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ ദുൽഖർ വരുന്നു, ഇൻട്രോ വരും. ദുൽഖറിൻ്റെ ഇൻട്രോ അല്ലേ എന്നെ കൊല്ലുന്നത്. എനിക്കത് ഇന്റർവ്യൂവിൽ നിന്ന് പറയാനൊക്കെ. ദുൽഖറിന്റെ ഇൻട്രോയിൽ എന്നെ പുള്ളി കൊന്നിട്ടാണ് ചാടി വീഴുന്നത്. ദുൽഖറിന്റെ ഇൻട്രോ വന്നപ്പോൾ കേരളത്തിലെ എല്ലാ തിയേറ്ററും കൈയടിച്ച്. ഇല്ലെന്ന് ആർക്കും പറയാം. പടത്തിന്റെ ജയോ പരാജയത്തെ കുറിച്ച് അവിടെ ഉണ്ട്. അപ്പൊ ആ ദുൽഖർ ആരെ കൊല്ലാനാ വന്നേ? എന്നെ. അപ്പൊ ഒരു 10 എനിക്ക് എടുക്കാൻ മേലേ? ഞാൻ ഇതാ പറഞ്ഞ ഉടനെ അതിന് ദുൽഖർ എന്തോ ഒരു ഞാൻ അപ്പൊ എനിക്കിതൊന്ന് പറയാൻ നോക്കൂ. ഇങ്ങനെയാണെന്ന് പറയാൻ ഇത്ര വിശദീകരിച്ച് അന്ന് എനിക്ക് പറയാൻ നോക്കൂ. എന്നോട് നിങ്ങൾ ആ ഇന്റർവ്യൂ എടുത്ത് എങ്ങനെയുണ്ട് ആ സിനിമ കൈ എഴുതി കിട്ടും? ഞാൻ പറഞ്ഞു ശരി, ദുൽഖറിന് 100 കൈ എഴുതി 10 ഞാൻ എടുക്കുന്നു പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു തള്ളുകാരനാ ഉന്തുകാരനാ. സൈബർ അതിനുശേഷം 28 വർഷം തള്ളിയിട്ടാണ് വന്നത്. 26 വർഷം. അതിനുശേഷം ചേട്ടൻ ഏതൊരു പടം ഇറങ്ങി ഇപ്പം ഇതേ രീതിയിൽ പിന്നെയും സൈബർ ബുള്ളിങ് എല്ലാവരും ഞാൻ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഊള എന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കമന്റുകളൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു നേരമെങ്കിലും ഒരു ചെറിയ ആശ്വാസം കിട്ടുന്നെങ്കിൽ എന്നിലൂടെ അല്ലേ എന്നുള്ളവർക്ക് ആ കാര്യത്തിന് സന്തോഷമാണ്. അവർ തുടങ്ങുന്നുണ്ട്. നമ്മൾ ഉടനെ ഈ പണി നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ തീർച്ചയായും ഈ തള്ളല്ല. നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ്. നമ്മളുണ്ട് വലിയ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അളന്ന് കുറിച്ച് പഠിച്ച് എന്താണെന്ന് അറിയാം, അബദ്ധം വരാതിരിക്കാൻ. ഞാൻ അങ്ങനല്ല. ഞാനിങ്ങനെ അനർക്ക നിർക്കളമായി സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഞാൻ പിന്നെ ഓർത്ത് ഇനി ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കണ്ടെന്നൊക്കെ തീരുമാനിച്ചു. എല്ലാ കൂട്ടുകാരും മറ്റുള്ളവരൊക്കെ പറയും അതിൻ്റെ ആവശ്യമില്ല. ആളുകൾ പറയും. എന്നോട് സിനിമയിലുള്ളവർ കുറെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് നീ കമന്റ് എന്ന് പറയുന്നത് സാധനം വായിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ജോലി ചെയ്ത് പോയി നമ്മളെ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും എക്യുപ്മെന്റ്സുമായിട്ട് ഇവിടെ വന്നത് എന്തിനാ? എന്നോട് 2 വാക്ക് സംസാരിക്കാൻ. അപ്പം ഞാൻ മിണ്ടാ എന്തോട്ട് പ്രൊമോയുടെ സുഖമാണ്. പുതിയ പടം വരുന്നുണ്ട്. എത്ര പേര് കാണും ഇത്? ഞാൻ ചോദിച്ചത് എത്ര പേര് കാണും?
അല്ല ധ്യാൻ ശ്രീനിവാസൻ അങ്ങനെയാണല്ലോ മൊത്തം. അല്ല അത് പറഞ്ഞു, ഞാനിത് ഇന്റർവ്യൂലൂടെ സൂപ്പർ സ്റ്റാർ ആകാനൊന്നുമല്ല. എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ ദാരിദ്ര്യം പറയുന്നവനാ. എന്തൊക്കെയാ എന്നെ കുറിച്ചുള്ള പരാതി. ഞാൻ പിന്നെ എന്തോ പറയണം? ഞാൻ വളർന്നു വന്ന വഴികളെ കുറിച്ചല്ലാതെ ഞാൻ അംബാനിയുടെ മോന്റെ കഥ പറയണം? അല്ല, എനിക്കറിയാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന വഴികളെ കുറിച്ചല്ലേ പറഞ്ഞത്. ആ പറച്ചില് എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും ചേട്ടാ. അത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇവിടെ എനിക്കും ഇങ്ങനെയൊക്കെ ആകാൻ പറ്റില്ല, ആ പുള്ളിക്കാണെങ്കിൽ അതിനെക്കാട്ട് സുന്ദരന്മാരും സൗന്ദര്യമുള്ളവരും അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവർക്കും ഇതിനെക്കാട്ട് അപ്പുറം ആകാൻ പറ്റില്ലേ? ഞാൻ അതുകൊണ്ടാ, അല്ലാതെ ഞാൻ പ്രബോധകൻ അച്ഛന് നാടകത്തിലേക്ക് ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ രാവിലെ ഒരാൾ കഥകെ തട്ടി കഥ പറഞ്ഞത് നാടകത്തിൽ അഭിനയിക്കുന്നു അങ്ങനെ വിളിച്ചോണ്ട് പോയതാണ് പറയുന്നത്. അപ്പൊ ഞാൻ വന്ന വഴി പറയണ്ടേ. ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം, രണ്ടാമത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ആ ശരിക്കും ആ നാടകത്തിലേക്ക് എത്തപ്പെടുന്നത് വീടിന്റെ ആദ്യത്തെ ഞാൻ അവിടെ ഒരു മങ്കമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആധാരം എടുത്ത് അവരുടെ കമ്പനി പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കും. ഞാനും എൻ്റെ അമ്മയുടെ ആങ്ങളെ ഒരാളുണ്ട്. ഞാൻ മേളിൽ നിന്ന് ടെറസിന്റെ മേളിൽ ഇങ്ങനെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുൽക്കാനത്ത് എന്ന് പറഞ്ഞ ആൾ ബൈക്കേ വരിക. പുള്ളിയാണ് ഞാൻ പിന്നെ കണ്ടത്. ഒരു ബൈക്ക്, ഒരു വലിയൊരു ശരീരമുള്ള ഒരാൾ ഓടിച്ചു വരുന്നത്. ബൈക്ക് കൊണ്ട് നിർത്തിയപ്പോഴാണ് പുറകെ ബാഗ് തൂക്കിയിട്ടിരിക്കുന്ന ഈ പുള്ളി ഇരിപ്പുണ്ട് ഇങ്ങനെ. അത്രേ ഉള്ളു പുറകിൽ ഇരിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. നിന്റെ അടുത്ത വർഷം അണിയറയിലേക്ക് വിളിക്കാൻ വന്നത്. ഞാൻ പണിതുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ വേറെ ജൂബിലി തന്നെ നിൽക്കുക, രാജ്മീജന്റെ ട്രിപ്പിൽ തന്നെ നിൽക്കാന്ന് പറഞ്ഞു. അല്ലല്ല, നീ അണിയറ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അമ്മാവൻ പറഞ്ഞു, എടാ നിന്നെ തേടി വന്നല്ലേ ഇവിടെ, നീ പണിയെടുത്ത് തിരക്കത്, അപ്പൊ അവർക്ക് നിന്നെ ആവശ്യമുള്ളതുണ്ട്, നീ അവരോട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയത്. മനസ്സിലായി? അപ്പൊ ഞാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ പറയണ്ടേ? നമ്മൾ കിട്ടുന്ന ജീവിതത്തിലെ കിട്ടിയ അനുഭവങ്ങളും നല്ലതിനെയും ചീത്തയും പറയണ്ടേ? നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പൊ ഒരു കല്ലേ തട്ടി അല്ലെ ഒരു ചവിട്ടാൻ പാടില്ലാത്തൊരു സ്ഥലത്ത് ചവിട്ടിപ്പോ എനിക്കൊരു അപകടം പറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ ചവിട്ടില്ല കേട്ടോ, ഇപ്പൊ അത് പറയണ്ടേ? അല്ല ചവിട്ടിട്ട് മാറി വാർത്തിക്കണം, മറ്റവര് ചവിട്ടുന്നുണ്ടോ? അത് തെറ്റില്ലേ? അല്ല അത് ഞാനതാ. അതുകൊണ്ട് ഞാൻ എല്ലാരും പറയും, നീ എന്തിനാ ഇങ്ങനെയല്ലെന്ന്, നീ അടുത്ത മണിക്കേട്ടനാകാൻ നോക്കുകയാണെന്നൊക്കെ ചോദിച്ചത്രേ. പുള്ളിയുടെ ദാരിദ്ര്യമല്ലെന്ന് ഞാൻ പറയുന്നത്, എന്റെ ദാരിദ്ര്യം ഞാൻ പറയുന്നത്. വന്ന വഴി പറഞ്ഞ് നമ്മൾ സന്തോഷിക്കാനല്ലെന്ന്. ഞാൻ പട്ടിണി കിടന്നു പറഞ്ഞ് ആരെ സന്തോഷിപ്പിക്കാനാ? എന്റെ പട്ടിണി, എന്റെ ബുദ്ധിമുട്ട് പറയാത്തത് ഞാൻ 10 പേരോട് പറഞ്ഞു കേൾപ്പിക്കും, ഞാൻ സന്തോഷിക്കാണെന്നാണ് നിങ്ങളുടെയൊക്കെ ധാരണ, അല്ലെ മറ്റുള്ളവരുടെ ധാരണ? ഒരിക്കലും സന്തോഷിച്ചിട്ട് പറയുന്നതല്ലെന്നേ. ആ ഒരു നിമിഷത്തിൽ നിന്ന് ഇന്നിപ്പോ ഈ കാണുന്ന ഒരു സന്തോഷം പറഞ്ഞ ഇവര് 3 പേരും ചിരിക്കും. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം, ഇവിടെ ഒരു കുഞ്ഞൊരു മുറിയിൽ ഈ അതിന്റെ തറ പോലും ഇടാൻ മാർഗമില്ലാഞ്ഞിട്ട് അമ്മ ഈ മെടഞ്ഞ ഓലയില്ലേ, ഓല ഇട്ടിട്ട് അതിന്റെ മുകളിൽ ചാക്ക് വിരിച്ചിട്ട് അതിൽ പായിട്ട് കിടത്തിയവനെ. രാവിലെ എഴുന്നേക്ക് മണ്ണാ പായ്ക്കാത്ത പോലെ. അവിടുന്ന് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് പറയണ്ടേ? ഞാൻ അത് പറഞ്ഞ ദാരിദ്ര്യം പറയുക, അത് പറയുക, ഇത് പറയുക. ഞാൻ പറയുന്നത് വീണ്ടും പറയാം, എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഞാനാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആളുകൾ അറിയുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയതിന്റെ കാരണം അതിലൂടെ സഞ്ചരിച്ചവരാ. അപ്പൊ ഒന്നും പറ്റില്ല എന്ന് നമ്മളിങ്ങനെ ഇരുന്നാൽ നമുക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റൂ. അന്നും ഞാൻ ആ കീറപ്പായ കിടന്നുകൊണ്ട് സ്വപ്നം കാണാറുണ്ട്. എൻ്റെ വീടിന്റെ ഈ 4 മൂല കെട്ടിയ ഒരു വീടായിരുന്നു. ബാക്കി പലകയൊക്കെ അച്ചാച്ചി മേത്തിരി പണിയാറുണ്ട്. അതിന്റെ പലകയെല്ലാം കൂടെ വെച്ച് അടിച്ചൊക്കെ വേണ്ടത്. അതെല്ലാം ഷോക്കാർഡുകൾ ഒട്ടിച്ചു വെക്കാറ് നാടകക്കാരുടെ. വേറെ എൻ്റെ അല്ല, കണ്ടവരുടെ നാടകക്കാരെല്ലാം ഒട്ടിച്ചു വെക്കും. എന്നിട്ട് കണ്ണു തുറന്ന് നോക്കുന്ന, രാവിലെ പുതപ്പ് മാറ്റിയിട്ട് നോക്കുന്ന ഇതിലോട്ടാണ്. എന്നിട്ട് പറയും, ഈ പോസ്റ്ററിന്റെ ഈ ഭാഗത്ത് എനിക്ക് പറഞ്ഞു എൻ്റെ പടം അവിടെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടില്ല, എന്നാലും പറയാം നിങ്ങളുടെ. ഒരിക്കൽ അന്ന് ഈ വെള്ളി നക്ഷത്രവും ഞാൻ ഭയങ്കര സജീവമായിരിക്കുന്ന സമയമാണ്. അതിനകത്തൊരു മാരുതിക്കാരൻ്റെ അവിടെ നമുക്ക് ഒരു ജീൻസിന്റെ പാൻറ്റും ഒരു ജീൻസിന്റെ ഷർട്ടും കൂടെ കൈ കെട്ടിക്കുന്നത് കണ്ടടി കൊച്ചു കൂളിംഗ് ഗ്ലാസ്. ആ പടം വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ആ മമ്മൂക്കയുടെ മുഖത്ത് എൻ്റെ പടം ഞാൻ വെട്ടി ഒട്ടിച്ചിട്ട് ആ ഷോക്കാടിൽ ഒട്ടിച്ചത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഷോക്കാടാ. അപ്പോൾ അതിലോട്ട് അതിനകത്ത് വെട്ടിയെടുത്ത് തരിക കളർ ഫോട്ടോ എടുത്ത്, പാസ്പോർട്ട് ചെയ്ത് കളർ ഫോട്ടോ എടുത്ത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഞാൻ കണ്ടത്. അവിടുന്ന് ഞാൻ നളലാസിന്റെ വിശേഷങ്ങൾ നാടകം എന്ന് പറയുന്ന നാടകം കളിച്ച് ലാസ്റ്റ് നാടകം കളിച്ചിറങ്ങുമ്പോൾ നാടകവണ്ടിയുടെ മുകളിൽ എൻ്റെ പടം വന്നത്, ബോർഡർ, വലിയ ബോർഡർ. ഞാൻ സന്തോഷിക്കട്ടെ, പറയണ്ടേത്. അവിടുന്ന് ഈ ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിൽ കള സിനിമ ഇറങ്ങുമ്പോൾ വലിയ പോസ്റ്റർ ഒട്ടിച്ചിരുന്നത്. ഈ തെരുവാലകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ പോസ്റ്ററാണ് ഞാൻ തന്നെ ഇപ്പോഴും കൊതിയാ കാണുമ്പോൾ. ഞാൻ ഇന്നാളെ എൻ്റെ കൂടെ ഒന്ന് പയ്യനോട് ഇതെന്നതാണ് ഈ കാണുന്നത്, നമ്മളിതൊക്കെ സ്വപ്നം കണ്ടാണ്, പറയണ്ടേ ഇതൊക്കെ ചേട്ടാ? അത് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റർ ചേട്ടൻ്റെത് വലിച്ചു കീറിയ ഒരു കഥ ഞാൻ ആ ജംഗ്ഷനില്ല നിങ്ങൾ ആദ്യം വണ്ടി നിർത്തി, അവിടുന്നാണ്. അതൊക്കെ ഇനി പറയണോ? ലൈഫിൽ നമ്മൾ അങ്ങനെയാണ്, കുറച്ച് വിഷമങ്ങളൊക്കെ നമ്മൾ ചേട്ടനൊരു ഡിസയർ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്തെത്തണം, അതിന് അപ്ഗ്രേഡ് ചെയ്ത് ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നുള്ളത്. ഇന്ന് കളിച്ച നാടകമല്ല ഞാൻ നാളെ കളിക്കാൻ ശ്രമിക്കുന്നത്. അന്നത്തെ നാടകത്ത് എന്തെങ്കിലും എൻ്റെ ഒരു സാധനം ഇടാൻ എന്നെ ശ്രദ്ധിക്കും. ഞാൻ പോരല്ലേ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട് നോക്കുന്നു അതായിരുന്നു ഞാൻ. അപ്പം അത് ഇപ്പോഴും സിനിമയ്ക്ക് എന്തായാലും ഇപ്പം സിനിമ ലൊക്കേഷൻ ചെയ്യുന്ന പാട്ടും ബഹളവും കഥ പറച്ചിലും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ആളുകളുടെ അപ്പം എല്ലാവരും കൂടെ പ്രമോട്ടം തുടങ്ങിയ പരിപാടി. എന്താ പറയുക, എന്നെ ഓർത്തിരിക്കാനുള്ള ചില ടിപ്പുകളാണ് ഞാനാ കൊടുക്കുന്നത്.
അവിടെ പ്രൊമോട്ട് ഭയങ്കര വൈബ് ഇങ്ങനെ വന്നിട്ടുണ്ട് അത് പറയാം കാരവാനിലേക്ക് കാരവാൻകാരൊക്കെയാണ് ഞാൻ എപ്പോഴും താരങ്ങളോട് കൂടി ഇരിക്കുന്നതിനെക്കാട്ട് കൂടുതൽ സമയം അവിടുത്തെ നമ്മുടെ ജോലിക്കാരില്ലേ അവരുടെ ലൈറ്റ്മാനെ അല്ലെങ്കിൽ അതുപോലുള്ള കാരവാൻ ഡ്രൈവർമാർ മറ്റൊരുക്കാണ് അപ്പോൾ അതുകൊണ്ട് അവർ നമ്മളൊരാളായിട്ട് എനിക്ക് തോന്നും ഞാൻ അവരെ ഒരാളായിട്ട് തോന്നും നമുക്ക് കാരവാനിൽ കയറിക്കുമ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ അതിനകത്തിരുന്ന ഞാൻ ചെന്ന് മേക്കപ്പിന് വേണ്ടി മാത്രമായിരിക്കും മേക്കപ്പ് അപ്പം ഞാൻ വെളിയിൽ ഇറങ്ങിയിരിക്കും കാരണം നമുക്ക് ഞാനൊരു സമൂഹ ജീവിയാന്ന് വിശ്വസിക്കുന്ന ആളാണ് ചില പ്രത്യേക ഇപ്പോൾ ബാത്റൂം പോകേണ്ട ആവശ്യങ്ങളോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് പിന്നെ അതല്ല നമ്മളിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന തന്നെ ഞാനിരിക്കുമ്പോൾ നമ്മളെക്കാട്ടൊരു സീനിയർ ആൾ വരുമ്പോൾ ഞാൻ അതിനകത്ത് ഇറങ്ങി കൊടുക്കേണ്ടി വരും അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നേരത്തെ അങ്ങ് ഇറങ്ങിയിരിക്കുന്നല്ലേ ഇപ്പൊ പുതിയതായിട്ട് പടങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ എനിക്ക് തോന്നുന്നു പ്രസ് മീറ്റിനെല്ലാം തന്നെ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി അതുകൊണ്ടായി വളവളാന്ന് സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലാതെ കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല. പല ഞാൻ ഈ തേര് എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിലേക്ക് ഇരിക്കുന്നത്. അത് ഉഗ്ര ക്യാരക്ടറായിരുന്നു, നന്നായ ക്യാരക്ടർ. അപ്പോൾ അന്ന് വലിയൊരു അനുഭവം ഉണ്ടായിരുന്നു. മോനെ കൊണ്ടാണ് പോയിരിക്കുന്നത് ഞാൻ. അപ്പോൾ ചെന്ന് ഒരു 10-65 ക്യാമറയ്ക്ക് മേളിൽ അവർ നമ്മളെ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേ, ഒരു സിനിമയുടെ എവിടെ വരെ പറയാം, അല്ലെ ഒരു റിലീസിന് മുമ്പേ അതിൻ്റെ ഏത് ഭാഗം വരെ പറയാം. ചിലപ്പോൾ എൻ്റെ ക്യാരക്ടറെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ഡയറക്ടർക്കല്ലേ അറിയത്തുള്ളൂ. ഇവർ ഇതിൻ്റെ ഏത് രീതിയിൽ അത് പരസ്യപ്പെടുത്താൻ നോക്കുന്നൊക്കെ അറിയാതിരിക്കുന്ന സമയത്ത് ഇവർ എന്നാ ഇങ്ങനെ. അപ്പോൾ എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ളത് ഈ പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് അച്ഛനെ വിളിച്ചു, അവനെ വിളിക്കുമായിരിക്കും പറയും, എന്നെ അറിയില്ലല്ലോ ആർക്ക്. അങ്ങനെ മാറി ഇരുന്ന് നമ്മുടെ ഒരു ടീം വന്ന് ഇങ്ങനെ ഞങ്ങൾ 3 പേര്, ഞാനും ഡയറക്ടറും ഞങ്ങൾ 3 പേര് ഇരിക്കുന്നൊരു സീൻ. അപ്പം എന്നോട് ഡയറക്ടർ ചോദിച്ചു എന്താ പ്രൊമോട്ടർ ഒന്നും മിണ്ടാന്ന് ചോദിച്ചു നേരത്തെ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എവിടെ വരെ പറയണമെന്നുള്ളതിനെ കുറിച്ച്. എന്തിനാ അലക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതിന് കേൾക്കാൻ വേണ്ടി ഞാൻ തോന്നി ഒറ്റ അലക്ക് ആ ഇന്റർവ്യൂ. ഈ ഡയറക്ടർ മിണ്ടാതിരുന്ന് കൂടെ അഭിനയിക്കുന്ന പുള്ളിക്കായിരിക്കും ഞാൻ കഥ പറഞ്ഞിട്ട്. അപ്പോൾ വേറെ 3-4 ക്യാമറ ആയിട്ട് അപ്പുറത്ത് 2 പേര് ഇരിപ്പുണ്ട്, ഷൂട്ട് ചെയ്യാതെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ശരി അതൊന്ന് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ പറ ഇറങ്ങി. അവർ 2 പേരും ആദ്യം ഇറങ്ങി. ഞാൻ 3 ഇറങ്ങുമ്പോൾ അവർ പ്രൊമോട്ടർ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എടുത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിനല്ലേ ഞാൻ ഈ മണിക്കൂറുകളോട് എടുക്കുന്നത്. ആ ഇന്റർവ്യൂ ആണ് ശരിക്കും എനിക്ക് ജീവിതത്തിൽ ഒരു വല്ലാത്ത വഴുത്തലും ഉണ്ടാക്കി തന്ന് എന്നെ എയറിൽ കൊണ്ടുപോയ. അതിലാണ് നാടകത്തിന്റെ ഡയലോഗ് കുറച്ച് ഭയങ്കര വൈറലായത്. അവതാരിക കരയൊക്കെ ചെയ്ത് അത്. അപ്പൊ അവരുടെ ഭയങ്കരമായിട്ട് അത് ഒത്തിരി വൈറലായത് അത്. അപ്പൊ അതിനുശേഷം പിന്നെ ഇങ്ങനെ വരുന്ന തുടങ്ങി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കുള്ള തരാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്നു. പിന്നെ മോന്റെ ഇപ്പൊ പഠിക്കുന്നിടത്തൊക്കെ എങ്ങനെയാണ് ഫ്രണ്ട്സ് ഒക്കെ? അറിയാം പ്രമോദ് വെളിയനാടിന്റെ മകനാണെന്ന്. പോസ്റ്ററിലൊക്കെ ഇരിക്കുന്നത് ഞങ്ങളുടെ കോളേജിന്റെ ഭാഗത്ത് ഒരു പോസ്റ്റർ ഇട്ടിച്ചു. ഞാൻ ചുമ്മാ അതുവഴി ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അച്ഛനോടം കാണും. അപ്പോഴത്തേക്കും ഈ പുള്ളി മറ്റേ സിനിമാണല്ലേ എന്നൊക്കെ പറയാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കളിയാക്കും. അതുപോലെ ഇവനെ പ്ലസ് 1 പഠിക്കുന്ന സമയത്തെ അവൻ സ്കൂളിലൊന്നും പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ സിനിമാക്കാരനാണെന്നൊന്നും അല്ല സിനിമാ നടനാണെന്നുള്ളത്. ഇവിടെ വേറെ പിള്ളേരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് ടീച്ചർ ഇങ്ങനെ സിനിമ കണ്ടിട്ട് വന്നിട്ട് ഇവരോട് ചോദിച്ചു പ്രവി എഴുതാക്കി പ്രവിയുടെ അച്ഛനെന്താ ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഇങ്ങനെ സിനിമയിൽ എന്നിട്ടെന്താ നീ പറയാം. ഞാൻ എല്ലാവരും അച്ഛൻ്റെ ജോലി പറയേണ്ട കാര്യമാണ്. ജോലി പറഞ്ഞ അല്ല നീ അത് പറഞ്ഞാൽ അച്ഛൻ ജോലിക്ക് പോകുന്നു അത്. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ടീച്ചറിനെ വിളിച്ചിട്ട് ഞാൻ പിന്നെ നമ്മളുടെ കരുതലിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചാണ്ടേ അത്ര ഞാൻ ചിന്തിച്ചില്ല. അവനപ്പോൾ ടീച്ചർ നമ്പർ മേടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പ്രമോദ് സാർ ഇതുപോലെ ഞാൻ സ്കൂളിൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടി നിങ്ങളത് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഇവനോടൊന്ന് ചോദിച്ചേക്കാം ആലോചിച്ചിട്ട് ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ ഡേറ്റ് നോക്കിയിട്ട് പറയുന്നത് തിരക്ക് പെട്ടെന്ന് പറയാനൊക്കെ ശരി പിന്നെ പറഞ്ഞാൽ പറഞ്ഞ് വെച്ച് ഇവിടെ വന്നു. ഞാൻ ഇവിടെ ചേട്ടാ നിൻ്റെ കോളേജിൽ നിന്ന് വിളിച്ചു സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചു. വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ ഇഷ്ടമുള്ളവരെക്കാട്ടി കൂടുതൽ ഇഷ്ടമില്ലാത്തവർ കാണും അവിടെ. അപ്പം അത്രയും ആളുകളുടെ മുന്നിൽ ഞാൻ അങ്ങോട്ട് കരുതില്ല ഒരു ഗൂഗിൾ പിന്നെ ഏത് സിനിമ നടനാന്ന് ചോദിച്ചാൽ എന്നെക്കാട്ടി വേദന അവനായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഇന്ന സിനിമ നടനാന്ന് പറഞ്ഞ സമയത്ത് പോയാൽ മതി. അതാവും പറഞ്ഞ അല്ല അത് എന്നോട് ഞാൻ ഇങ്ങനെയുള്ള ആദ്യമൊക്കെ ഞാൻ ഭയങ്കര ഇതായി പോകാറുണ്ട് ഇത് കാരണം നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ നമ്മളിങ്ങനെ തേജോധം ചെയ്തെന്നൊക്കെ ഉള്ളൊരു വേറെ പണിയില്ല നിർത്തിയിട്ട് പോടാന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഈ ചില ഇവള് എൻ്റെ രസമാണ് അറിയോ ഈ കമൻറ്റ് ഇടുന്നവരോട് ഒരു പ്രത്യേകത. അപ്പോൾ ചോദിക്കും ഇവളെ സൂപ്പിക്കാനോ എന്നെ സൂപ്പിക്കാനോ. ഞാൻ കമൻറ്റുകളും ഇതൊക്കെ നോക്കി ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കും. ഞങ്ങൾ രണ്ടുകൂടെ നോക്കും. അപ്പോൾ ഇവിടെ ഒരു ഇതെന്നെ നമ്മളോടൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാന്നേ എല്ലാം പ്രമോദ് സൂപ്പറാന്ന് വെക്കണമെന്നില്ലെന്നേ. നമ്മളെന്താ പറയുന്നത് നമ്മൾ വെക്കുന്നിടത്തല്ലേ ഈ വെടികൊള്ളുന്നത്. അതേ പ്രശ്നം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവർ വേറെ ചിന്തയിലൂടെയാണ് പറയുന്നത്. അപ്പോൾ ഈ കമൻറ്റൊക്കെ എഴുതുമ്പോഴേ ഇത് ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി പോകുന്ന കമൻറ്റുകളാണെന്ന് ഓർക്കുക. അത് ഇപ്പോൾ ഇച്ചിരിയൊക്കെ നമ്മൾ ഒറ്റ എടുക്കുന്ന അഡ്രസ് ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. ഞാൻ ചിലതൊക്കെ നോക്കി പോയിട്ടുണ്ട് ഇങ്ങനെ അറിയാം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്യുന്നു ചോദിക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നുമല്ല ദേഷ്യപ്പെടാനൊന്നുമല്ല. ഞാൻ എന്ത് തെറ്റെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ട്. അതാണ് നല്ലത്. നമുക്ക് മറച്ചു വെക്കാനൊന്നും ഇല്ലെന്നേ.
ഇത് മറച്ചു വെച്ച് അല്ലെങ്കിൽ ഇത് ഈ ആധികാരികമായി സംസാരിക്കാൻ അറിയാൻ പാടില്ലാത്തതിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തീർച്ചയായും അതാണ് ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് പോളിഷ് ചെയ്ത് സംസാരിക്കാറില്ല. നമ്മൾ പറയാനുള്ളത് പറയാം, അല്ലാതെ എന്തത് ഞാൻ പക്ഷേ അതിന്റെ ചേട്ടൻ കാര്യം ഒന്ന് അറിയാം. ചിന്തിക്കണം, രണ്ട് രീതിയിൽ നമ്മൾ പോളിഷ് ചെയ്ത് സംസാരിക്കേണ്ടത് ഒരു നടന്റെ ആവശ്യകതയാണോ അല്ല ഇങ്ങനെ തന്നെ ഒരു പ്രമോദ് വെളിനാട്? എനിക്കിങ്ങനെ മതിക്കുന്നത്. ഞാൻ ആക്ഷനിലും കട്ടിലും കട്ടൻ പൊങ്ങോട് അഭിനയിക്കുന്ന ആളാണ്, അല്ലാതെ അതിന് വഴി അഭിനയിക്കുന്ന ആളല്ല. എൻ്റെ ജീവിതം അതാ. ഞാൻ ഇവരോട് പെരുമാറുന്നത് കണ്ടില്ല, സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെ. എനിക്ക് അല്ലാതെ ആക്ച്വലി ഞാൻ 2000 തോന്നുന്നു ഇങ്ങനെ എനിക്കറിയില്ല, അതാ അഭിനയം. അപ്പൊ അല്ലാതെ നമുക്ക് എന്തിനാണ് മറച്ചു വെച്ച് സംസാരിക്കുന്നത്? എന്ത് കാര്യത്തിന്? നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാമല്ലോ എന്ത് കാര്യങ്ങളും അതിനെ കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ. വിവരക്കേടാ പറയുന്നത് ആയിക്കോട്ടെ, എന്നാലും ഞാനതൊക്കെ പറയും. അതാണ് അത് സന്തോഷമുള്ളവർക്കും സ്നേഹമുള്ളവർക്കും സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് അതുപോലെ തന്നെ പോകണം. ചേട്ടാ ഇപ്പം പുതിയതായിട്ട് ഇനിയിപ്പോ വരാനിരിക്കുന്നുണ്ട്. പുതിയത് എണ്ണം പറയണോ? എണ്ണം പറ, ഇതൊക്കെ ഒരു തള്ളല്ലേ? തള്ളല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ എല്ലാം കൂടെ ഒരു 11 സിനിമ ഇറങ്ങാനുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. ഇപ്പൊ ഒരു പടം സമാധാന പുസ്തകം ഇറങ്ങി. ഇനിയിപ്പോ ചിത്തിനി എന്ന് പറഞ്ഞൊരു പടം. എല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളും, എന്നാൽ ഒരു വലിയ വലിയ പ്രോജക്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇല്ലില്ല, വലിയ അല്ല വലിയ നമ്മുടെ എന്റെ സന്തോഷങ്ങൾ ഞാനല്ലാതെ ആര് പറയുന്നേ. ഒരു വലിയ പ്രോജക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണത്തോടുകൂടി അത് റിലീസാകും. അതിനകത്ത് ഒരു ചെറിയ കുഞ്ഞൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. അതാണ് ഇപ്പം നമ്മൾ പറയുമല്ലോ, ചിലതിനെ നമ്മൾ എയിം ചെയ്യുമല്ലോ, ഇത് നന്നാവും അങ്ങനെ. പിന്നെ ചിത്രാഞ്ജലി പ്രൊഡ്യൂസ് ചെയ്തൊരു പടം, അത് ചുരുൾ എന്ന് പറഞ്ഞാൽ അത് നായകനാണ് ഞാൻ. അത് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. അത് അക്കാദമിക് തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്, അവാർഡെന്ന് പറയരുത്, ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് വലിയ സ്വപ്നമായിട്ട് നിൽക്കുന്നു. പിന്നെ കുറേ സിനിമകൾ 11ഓളം സിനിമകൾ വരാനുണ്ട്. ചേട്ടാ എന്താണെങ്കിലും വരുന്ന ചിത്രങ്ങളൊക്കെ അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ ലൈഫിൽ ഇപ്പൊ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. പക്ഷെ ചേട്ടന് നല്ല ഗെയിമുണ്ട്, നാക്കുണ്ട്, പിടിച്ചു നിൽക്കും. എന്നെ പോലും സാധാരണ ഞാനാണ് എവിടെ ചെന്നാലും ലെവൽ ചെയ്യുന്നത്, എന്നെ പോലും ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ കുറെ നേരം സംസാരിച്ചില്ല എല്ലാരോടും. നമ്മൾ ഈ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഡൗൺ ആയി പോകുന്നതിന്റെ കാര്യം നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ്. മജ്ജയും മാംസവും ഒക്കെ കൊണ്ട് വികാരങ്ങളെല്ലാം കരയേണ്ട സമയത്ത് കരയുകയും ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കുകയും ചെയ്യുന്ന മറകളില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ചില വാക്കുകൾ വേദനിപ്പിക്കുന്നുണ്ട്, വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ചിലരുടെ വാക്കുകൾ. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് നിങ്ങളിവിടെ ചുമ്മാ ആണല്ലോ, ക്യാമറ ഇല്ലാതെ ചുമ്മാ ഇവിടെ എന്നെക്കുറിച്ചൊരു ആരോടെങ്കിലും ഒരു അഭിപ്രായം കൊണ്ടു ചോദിച്ചാൽ അവൻ്റെ അങ്ങനെ പറയില്ല, ഉറപ്പാ. അതിനുള്ള ഒരു ജോലി ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ മോശം പറയാൻ. അപ്പൊ പിന്നെ നമുക്കിപ്പോൾ ചില ഇപ്പൊ ഒരു കഥാപാത്രങ്ങൾ ആവർത്തന വിരസത വരുന്നത് ഇത് ഞാൻ തിരഞ്ഞെടുക്കുന്നതല്ലേ, എന്നെ തേടി വരുന്നത്. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ സെലക്റ്റീവ് ആകാനോ ഇത് ഇനി ഇങ്ങനെയുള്ള വേഷം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അടുക്കള സെലക്റ്റീവ് ആകും, ഒരു കറിയിലേക്ക് ഒതുങ്ങും. പേരപ്പൻ പൊളിയാണോ? പെമ്പൊളിയാണോ? എന്നെ കുഞ്ഞു പറയുന്നു പേരപ്പനെ കുറിച്ച് സ്കൂളില്. പേരപ്പയുടെ വേഷമൊക്കെ അടിപൊളിയാ. എന്താണെങ്കിലും കുതിരയെ പോലെ അങ്ങനെ പാഞ്ഞു പോട്ടെ. താങ്ക് യു. ഞങ്ങളുടെ കൊച്ചു വീട്ടിലേക്ക് വന്ന് ഇത്രയും നേരം സംസാരിച്ചതിൽ ഞങ്ങളുടെ ഒരു നന്ദി കൂടെ അറിയിക്കുന്നു. സന്തോഷം. ഓക്കെ സാർ.